Roger calling. VVIP route point number 1 alert. പ്രസിഡന്റിന്റെ കോൺവോയ് വില്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ട്രാഫിക് പാർട്ടി അലർട്ട് ആൻഡ് റോഡ് ക്ലിയറൻസ്. നിരുപമ രാജീവ് ജനറൽ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് സാർ. റവന്യൂവിൽ UD ക്ലർക്കാണ്. ഹസ്ബൻഡ് രാജീവ് കൊച്ചി ആകാശവാണിയിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവ്. മറ്റുള്ള എല്ലാ ഇൻഫർമേഷൻസും മാക്സിമം 24 മണിക്കൂറിനും കളക്ട് ചെയ്യണം. പേഴ്സണൽ, പ്രൊഫഷണൽ എല്ലാം. സർ, ഇത്രയും ഷോർട്ട് നോട്ടീസിൽ ഏത് മെഷേഴ്സ് ഉപയോഗിച്ചോളൂ. നമ്മളൊരു ടീമും IBയും പാരലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. See, we don't have much time. സർ. 9447085671 രാജീവ് നാരായണൻ. ഹസ്ബൻഡിന് സത്യത്തിൽ ഇത് ശരിയായ ഒരു രീതിയല്ല. ആക്ച്വലി വാട്ട് വി ആർ ഡൂയിങ് ഈസ് അൺഎത്തിക്കൽ. ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ വേറെ എങ്ങനെയാണ് സാർ നമുക്ക് കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടുക? ഇതിനൊക്കെ വേണ്ടിയല്ലേ സാർ ടെക്നോളജി? ടെക്നോളജി ഈസ് നോട്ട് ഓൾവേസ് ഗുഡ്. അയാൾ ഫോൺ എടുക്കുന്നില്ല. ചേച്ചി സ്റ്റോപ്പ് അവിടെയാണ്. നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് പോകണമെങ്കിൽ ലീവ് എടുത്ത് പൊക്കോണം. അല്ലാതെ തോന്നുന്ന സമയത്ത് വന്ന് അറ്റൻഡൻസിൽ ഒപ്പിടുന്ന പരിപാടി ഉണ്ടല്ലോ. ഐ വിൽ നോട്ട് അലോ ദാറ്റ്. റോഡ് ബ്ലോക്കായിട്ട് നിങ്ങളെ ഈ മാസം തന്നെ എത്രാമത്തെ പ്രാവശ്യം ഞാൻ വിളിച്ച് വാൺ ചെയ്യുന്നത്? തങ്കപ്പൻ എഴുതേണ്ട സർട്ടിഫിക്കറ്റിൽ തങ്കമ്മ എന്ന് എഴുതുക. അർജന്റ് ഫയൽ എന്ന് പറഞ്ഞാലും 3 ആഴ്ച കഴിഞ്ഞ് പുട്ടപ്പ് ചെയ്യുക. ദർ ഈസ് എ ലിമിറ്റ്. ഇതിപ്പോൾ നിങ്ങളുടെ ഒരു കൊലീഗ് തന്നെ വന്ന് കംപ്ലൈൻറ്റ് ചെയ്തത് ഈ രജിസ്റ്ററിൽ ഒപ്പിടുന്ന കാര്യം അറിയോ? ഒന്നുമല്ലേലും 40-40 വയസ്സായില്ലേ നിങ്ങൾക്ക്? മേലിൽ ഇനി ഇങ്ങനെ എന്തെങ്കിലും കേട്ടാ ഐ വിൽ ഡെഫിനറ്റ്ലി ടേക്ക് ആക്ഷൻ. എക്സ്ക്യൂസ് മീ. യെസ്, മേ ഐ? ആ പോ. എടോ നിരുപമേ, താൻ എനിക്ക് കൂടി സസ്പെൻഷൻ വാങ്ങിച്ചു തരും. ഒപ്പിടാൻ സമ്മതിച്ചതിന് അങ്ങേരെ എന്നോടെടുത്ത് പോര്. തൂക്കിക്കൊല്ലാന്ന് മാത്രമേ ഇനി പറയാൻ ബാക്കിയുള്ളൂ. സോറി. നീ ഒപ്പിട്ട് കഴിഞ്ഞ് ഡാവിൽ അവൾ അകത്തേക്ക് കയറിപ്പോന്ന് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ. പിന്നെ സത്യസന്ധതയുടെ നിറകുടമല്ലേ ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സാധനം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇവൾ ഇവിടെ കിടന്ന് ഉറങ്ങുന്ന ഫോട്ടോ ഞാൻ ഇട്ടേനെ, ഉറപ്പാ. അത് വേണ്ട, അങ്ങനെയാണെങ്കിൽ അവളും ഇടാൻ തുടങ്ങും. ഏതായാലും നല്ല ദിവസം തന്നെ. ഇന്റർവ്യൂ അങ്ങനെ, ഇവിടെ വന്നപ്പോ ദേ ഇതും. ലച്ചുവിനാണെങ്കിൽ ഇന്ന് നേരത്തെ സ്കൂൾ വിടും. വിളിക്കാൻ ചെല്ലാന്ന് ഞാൻ അവളോട് പറഞ്ഞതാ. ഇനിയിപ്പോ സമയത്തിന് മുമ്പ് ഇറങ്ങാൻ ഇങ്ങേരും സമ്മതിക്കില്ല. മര്യാദയ്ക്ക് ഞാനിവിടെ എത്തിയേനെ. ആ ഇന്ത്യൻ പ്രസിഡന്റാ എല്ലാം കൊളാക്കിയത്. അങ്ങേർക്ക് ഇന്ന് തന്നെ കൊച്ചി കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ലല്ലോ. ചേച്ചി, പുള്ളി കുറച്ചു നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അതിന് അതെന്തോ പേപ്പറിന്റെ കാര്യമാണ്. അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ പുള്ളിക്ക് പോവാമല്ലോ. പ്രായമുള്ള ആളല്ലേ. ഇന്നിനി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ട. എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുത്തങ്ങ് വിട്ടേരും. വിവാഹധന സഹായത്തിന് ഒരപേക്ഷ ഞാൻ കഴിഞ്ഞ ആഴ്ച വിവാഹധന സഹായത്തിന് ഒരപേക്ഷ ഞാൻ നൽകിയിരുന്നു. അതെന്തായിന്ന്? തഹസീൽദാർക്ക് അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 തവണ വന്നപ്പോഴും ഇത് തന്നെയാ പറഞ്ഞത്. ഞാൻ വാക്കുമാറ്റി പറയുന്നൊന്നുമില്ലല്ലോ. ഇപ്പോഴും അത് തന്നെയല്ലേ പറയുന്നത്? കല്യാണത്തിന്റെ ആവശ്യത്തിനാ. തീയതി അടുത്ത് വരിക. ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ തീയതി കുറിച്ചത്. നോക്കട്ടെ, 2 ദിവസം കഴിഞ്ഞു വാ. പേരെന്താന്നാ പറഞ്ഞത്? ജയചന്ദ്രൻ. ഹരിശ്ചന്ദ്രൻ എന്നല്ലല്ലോ. ഇപ്പൊ വന്ന് കേറിയല്ലേ ഉള്ളൂ. 14 വർഷം ഇതിൻ്റെ അകത്ത് കേട്ടോ. സോ താങ്ക് യു. ഞാൻ വന്നതും ചോദിച്ചതുമെല്ലാം കീപ് ഇറ്റ് വെരി കോൺഫിഡൻഷ്യൽ. പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? നോക്കട്ടെ.
നത്തിങ് അൺയൂഷ്വൽ. കേട്ടിടത്തോളം ഒരു അൺഈവൻഫുൾ ജോബ് പ്രൊഫൈലാണ്. ആളിപ്പോൾ ഓഫീസിൽ തന്നെയുണ്ട്. മറ്റ് ഇൻഫർമേഷൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരത്തിന് എല്ലാ ഡീറ്റെയിൽസും കിട്ടും സർ. ഇതെന്താ ഇവിടെ? എല്ലാം പറയാടോ. ടുഡേ ഇസ് എ ബിഗ് ഡേ. കേട്ടാ ത്രില്ലടിക്കും. ഇതെന്താന്നറിയോ? കണ്ണാടി വെക്കാറായി. പിന്നെ കണ്ണാടി പൊടി ഇടുന്നു. ഹായ്. ഹായ്. ഹലോ ആൻറ്റി. ഏതാടി വൃത്തിയായിട്ടവൻ? കമ്മോണമ്മ, 35+ പറഞ്ഞാ ഞങ്ങൾക്കത് ആന്റിമാരാ. ഓ, ആണുങ്ങൾക്കതൊന്നും ബാധകമല്ലല്ലോ. ഇതെന്ത് ബ്രോഷറാ? അയർലാൻഡിലെ 2 ലീഡിംഗ് സ്കൂൾസിന്റെയാ. നമ്മൾ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞപ്പോ ശാന്തി മാം എനിക്ക് വേണ്ടി വരുത്തിച്ചു തന്നതാ. ദ ടക്ക് ഷോപ്സ് നമ്മുടെ ഇവിടുത്തെ ക്യാൻറ്റീനാ. വൺസ് ഇൻ എ മന്ത് സ്റ്റുഡൻസ് തന്നെയാണ് അവിടെ നടത്തുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന അവരുടെ പോക്കറ്റ് മണി. അപ്പോൾ ഇനി ഞാൻ ബുദ്ധിമുട്ടിക്കില്ലെന്ന് മാത്രമല്ല, ഇതുവരെ എനിക്ക് തന്നതൊക്കെ വീട്ടുകയും ചെയ്തോളാം. പോരെ? പിന്നെ ഇത് കണ്ടോ അമ്മ, ഹൈസ്കൂൾ ലെവലിനെ 3 സ്ട്രീംസ് അവർ ഓഫർ ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ ലച്ചു, അയർലൻഡിലേക്ക് ഇത്തവണ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാൻ പറ്റും തോന്നുന്നില്ല. എനിക്കിനി അടുത്ത ജോബ് ഓപ്പർച്യൂണിറ്റി വന്നാലേ അത് പറ്റൂ. അത് എപ്പോഴായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഹലോ. യെസ് മാം. ഒന്ന് പാക്ക് ചെയ്തോളൂ. ഓക്കെ മാം. സർ, ഇൻകമിംഗ്. ശശികല വിദ്യാധരൻ. ഹലോ. ഹലോ. അതെ, സോറി കേട്ടോ, ബർത്ത്ഡേയുടെ കാര്യം ഞാൻ ഇപ്പോഴാ ഓർത്തെ. ഹാപ്പി ബർത്ത്ഡേ. ഓ, എന്നിട്ട് താൻ പറയടോ. ഇന്ന് എന്റെയും ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ സർ. എന്തെങ്കിലും സ്പെഷ്യൽ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? പിള്ളേരാരും വിളിച്ചില്ലല്ലോ. ദോഷം പറയരുതല്ലോ ശശികലേ. ഇത്രയും നല്ലൊരു ബർത്ത്ഡേ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട്. കാപ്രിക്കോണ കുഴി മടിയന്മാരായിരിക്കും. അല്ലടോ, താൻ പറഞ്ഞത് ഉക്രൈന്റെ സാമ്പത്തിക നയത്തെ പറ്റി പറയാൻ പറ്റാത്തോണ്ടാ ജോലി കിട്ടാതിരുന്നതെന്നല്ലേ? അതെ. പക്ഷെ റാണി ഇവിടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് തനിക്ക് പ്രായം കൂടി പോയതുകൊണ്ടാന്നാണല്ലോ. അവളുടെ ഏതോ ബന്ധത്തിലുള്ള ഒരു ചിറ്റപ്പന്റെ മോൻ ഇന്റർവ്യൂ ബോർഡിനൊപ്പം ഉണ്ടായിരുന്നു. 40 കഴിഞ്ഞവരെ ജോലിക്ക് എടുക്കാത്തോണ്ടാ തന്നെ പറഞ്ഞു വിട്ടതെന്ന്. 40 അവളുടെ കണ്ടില്ലെന്നടിച്ച് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി ഞാനും എന്റെ അമ്മയും കോംപ്രമൈസ് ചെയ്യായിരുന്നു. എന്നാൽ അതൊരു തുറുപ്പ് ചീട്ടായി പിടിച്ചോണ്ട് ഞങ്ങളോട് പ്രതികാരം തീർക്കുമായിരുന്നു. നിങ്ങളുടെ മോള് വയറ്റിൽ കിടക്കുന്ന സ്വന്തം കുഞ്ഞിനെ ഓരോ ദിവസം കൊലയ്ക്ക് കൊടുക്കുമായിരുന്നു. അതിനുള്ള ശിക്ഷയാ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഒരർത്ഥത്തിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അവളല്ല. എന്തായി മോളെ അയർലൻഡ്? കൊറേ കാര്യങ്ങളൂടെ ശരിയാവാനുണ്ട് സാറേ. ഇതെപ്പോ വാങ്ങി? ഇന്ന് 675 രൂപ. ഓർമ്മ നിൽക്കാനത് നല്ലതാ. ആരോഗ്യ മാഗസിനിൽ ഉണ്ടായിരുന്നു. എന്റെ മോളെ എന്താ കൊതുക്. അതെ, ഇതൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട്. ഇതൊന്നും ആരും നോക്കാറില്ലേ? നോക്കണോന്നൊക്കെ വിചാരിച്ചു തുടങ്ങിയതാ സാറേ. പക്ഷെ എവിടെ സമയം. ലച്ചു വല്ലപ്പോഴും ഇത്തിരി വെള്ളമൊഴിച്ചാലായി. എന്നാലും ഇത്രയും പൈസ മുടക്കി ഉണ്ടാക്കി വെച്ചിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ ഇങ്ങോട്ടുള്ള പച്ചക്കറി എങ്കിലും കിട്ടുമല്ലോ. ഓ, അതൊക്കെ ഇനിയിപ്പോ ഒന്നേന്ന് തുടങ്ങണ്ടേ സാറേ. സാറിന് കേക്ക് എടുക്കട്ടെ? വേണ്ട വേണ്ട. എന്നാ ഒരു ചായ എടുക്കട്ടെ?
ചായക്കിനി പാല് ഒന്നും വേണ്ട. ഞാൻ വേണമെങ്കിൽ നാളെ തന്നെ കൃഷി ഓഫീസിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് അയക്കാൻ പറയാം. എനിക്ക് അവിടെ ഒന്ന് രണ്ട് നീ പ്രഗ്നന്റ് ആയതും ആ ഗർഭത്തെ നശിപ്പിച്ചതും മോള് ചെല്ല്. മൃഗങ്ങൾ പോലും കാട്ടാത്ത ക്രൂരത സ്വന്തം കുഞ്ഞിനോട് കാട്ടിയ നിന്നെ പോലുള്ള നീരാളികളുടെ ഉപദേശം എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടാൻ കാരണം വിഷു അറിഞ്ഞോ? മുന്നിൽ നിന്ന് അസഭ്യം വിളമ്പിയ കുട്ടി അയാളുടെ അല്ലെന്ന് അറിഞ്ഞോ? പറ്റിക്കും. എങ്ങനെ? സാന്ദ്ര പറഞ്ഞോ? സാന്ദ്ര പത്മിനി അമ്മയോട് പറയുന്ന അയാൾ കേട്ടു. അയാൾ തൊട്ടടുത്ത മുറി നിപ്പുണ്ടായിരുന്നു. എന്നിട്ട് അറിഞ്ഞതായിട്ട് അയാൾ ഭാവിക്കുന്നേയില്ല. സാധാരണ പോലെ പെരുമാറുക. ഇതിന്റെ വോളിയം ഒന്ന് കുറയ്ക്കോ? നിങ്ങൾക്ക് രണ്ടർക്കും മാത്രം കണ്ടാ പോരെ? മനുഷ്യനെ പഠിക്കാനും സമ്മതിക്കില്ല. വന്ന് കേറിയപ്പോ പോലും നടന്നല്ലാണല്ലോ പെണ്ണ്. അല്ല ഇത് ഞാനൊന്ന് അവളോട് ചോദിക്കട്ടെ. എനിക്ക് 36 വയസ്സായതേ എന്റെ കുറ്റം കൊണ്ടല്ല. ഈ കാലചക്രം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് തിരിക്കുന്നതും ഞാനല്ല. അതുകൊണ്ട് അതിന്റെ പേരിൽ ഈ മുഖം വീർപ്പിക്കൽ മഹാമഹം നടത്തുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. കുറെ കൂടി ചെറുപ്പമുള്ള ഒരു അമ്മയെ തന്നൂടായിരുന്നു എന്ന് ദൈവത്തോട് ചോദിക്കുക. അല്ല, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക. ഈ അയർലൻഡ് എന്ന് പറയുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ടേ ഇല്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? അമ്മയ്ക്ക് മനസ്സിലാവില്ല. പതുക്കെ. ഒരു ഡ്രീമിൽ അതായി പോകുമ്പോഴ സങ്കടം എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടായിട്ടുള്ളവർക്കേ മനസ്സിലാവൂ. സ്കൂളിലെയും കോളേജിലെയും എന്റെ ഓട്ടോഗ്രാഫ് ബുക്ക് എടുത്തോണ്ട് വരാം, വായിച്ചു നോക്ക്. ഭാവിയിലെ ബിസിനസ് ടൈക്കൂണിന് ഇന്നേ ആശംസകൾ. എഴുതിയിരിക്കുന്നത് ആരാന്നറിയോ? ബ്രിട്ടാനിയയുടെ ഇന്നത്തെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ സൂസൻ ഡേവിഡ്, അന്നത്തെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. വേറെയും പറയാം. ഡോണ്ട് ഫോർഗെറ്റ് മീ വെൻ യു കോൺക്വർ ദ വേൾഡ്. നാളത്തെ ഞങ്ങളുടെ അഭിമാനമാകാൻ പോകുന്ന ചങ്ങാതീ വിട. മെഡലും സർട്ടിഫിക്കറ്റും ഒക്കെ നിന്നെക്കാൾ ഒരുപാട് കൂടുതൽ കിട്ടിയിട്ടുണ്ട് എനിക്ക്. കണ്ണാ, ഒരു 500 തവണ എന്നെ കാണിച്ചിട്ടുള്ളതാണല്ലോ. അതൊക്കെ നമ്മുടെ കബോർഡിൽ ഭദ്രമായിട്ട് ഇരിക്കട്ടെ. അല്ലെങ്കിൽ പാവം ചിലൊക്കെ പട്ടിണി അടഞ്ഞ് ചത്തുപോകും. എല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ചതേ നീ പറഞ്ഞ ഡ്രീം കാണാനുള്ള അവസ്ഥയിലേക്ക് നിന്നെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാ. ഓ, ഭയങ്കര സാക്രിഫൈസ് ആയിപ്പോയി. ലോകത്തുള്ള ഒരു അമ്മ സക്സസ്ഫുൾ ആയിട്ടില്ലല്ലോ. അച്ചേ ചെയ്യണമെന്നുള്ളവർക്ക് ഏത് അവസ്ഥയിൽ അച്ചീയാം. അത് ചെയ്യാതെ മടി പിടിച്ചിരുന്നിട്ട് ബ്ലെയിം മുഴുവൻ എന്റെ തലയിലും. എന്ത് എളുപ്പമുണ്ട്. ഒന്നും തലയിലേക്ക് വെക്കുന്നില്ലേ? പക്ഷെ എവിടെ പോയാലും അവസാനം വെക്കാൻ പഠിക്കേണ്ടത് ഇവിടുത്തെ കഞ്ഞിയും കറിയാണെന്ന് ഓർത്താ മതി. അമ്മ പ്ലീസ്, അമ്മയോട് സംസാരിക്കാൻ തുടങ്ങലുണ്ടല്ലോ ഐ വിൽ ബിക്കം ഓൾഡ്. കിളവയായി പോവും ഞാൻ. എനിക്ക് ഈ പ്രൊജക്ട് ഒന്ന് ഫിനിഷ് ചെയ്യണം. ഓ, അത് അവൾ അപ്പോഴത്തെ ദേഷ്യത്തിനങ്ങ് പറഞ്ഞായിരിക്കും. എന്തോ നിനക്കോട്ട് വെച്ചിട്ടുണ്ട്. അതെന്താ അങ്ങനെ ഒരു പുതുമ? എനിക്ക് വേണ്ട. ഞാൻ നല്ല 1-ാം തരം കേക്ക് കഴിച്ചു. ഇതെവിടുന്നാന്നറിയോ? നമ്മുടെ ടെറസീന്ന്. വെറുതെ ഇട്ടാൽ ഇതുപോലെ ഓരോന്ന് മനസ്സറിയാതെ ഇടയ്ക്കിടയ്ക്ക് അയച്ചു വരും. തുണി ഉണങ്ങിയത് എടുക്കാൻ പോയപ്പോ കണ്ടതാ. പൈസ മുടക്കിയാൽ എന്താ, മുതലാവുന്നുണ്ടല്ലോ. 20,000 രൂപ അല്ലേ? രാജീവന്റെ മുടിയെ പറ്റിയൊന്നും പറഞ്ഞില്ല. മുടിക്കെന്തു പറ്റി? ശ്രദ്ധിച്ചില്ല? ഇല്ല. നന്നായിട്ടുണ്ട്. ചുമ്മാ. സത്യമായിട്ടും വയലറ്റ് ആണോ? അല്ല, റെഡ്. ഗോൾഡൻ വേണോന്ന് അവര് ചോദിച്ചതാ. ഞാൻ പറഞ്ഞു ഇത് മതിയെന്ന്. അതേതായാലും എന്തും കൊണ്ടും നന്നായി. രാജീവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോഴേ കഴുകിക്കളയാൻ ഞാനൊരു റിമൂവർ വാങ്ങി വെച്ചു. ഏതായാലും ഇനിയിപ്പോ ധൈര്യമായി. നാളെയാണ് ലച്ചുവിന്റെ സ്കൂളിൽ പേരൻസ് ഡേ സെലിബ്രേഷൻസ്. ഒന്ന് പോയി ഷൈൻ ചെയ്യാം അല്ലേ? കലക്കണം. ഇന്റർവ്യൂവിന് തോറ്റതിന് എന്നോട് ദേഷ്യമുണ്ടോ? ഓപ്ര വിൻഫ്രി വരെ അവരുടെ ആദ്യത്തെ 5 ഇന്റർവ്യൂ തോറ്റിരിക്കുന്നു. അതാരാ? അത് മട്ടാഞ്ചേരിയിലുള്ള ഒരു സ്ത്രീയാ. പക്ഷേ ഇനിയിപ്പോ എനിക്കും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? രാവിലെ നമ്മുടെ വണ്ടി ഒന്ന് ആക്സിഡന്റ് ആയി. അയ്യോ. പതുക്കെ ഒരു പയ്യനെ ഇടിച്ചു. അവൻ ആശുപത്രിയിലാ. ഞാനിന്ന് അവിടെ ആയിരുന്നു. എന്നിട്ട് രാജീവിന് എന്തെങ്കിലും പറ്റിയോ? ഏയ്, എനിക്കൊന്നും പറ്റിയില്ല. അവനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരത് കേസാക്കി. എന്നുവെച്ചാ ചിലപ്പോൾ അതിന്റെ വിസയുടെ പ്രോസസ്സിങ്ങിനെയൊക്കെ വല്ലാതെ ബാധിക്കും. കാത്തിരുന്നൊടുവിൽ കിട്ടിയപ്പോ. ഈ കേസ് എന്ന് പറയുമ്പോ അറസ്റ്റോ മറ്റോ? ഏയ്, ഒന്നുമില്ല. ഒരു ഫൈൻ അടിച്ചാൽ തീരാവുന്ന കേസേ ഉള്ളൂ. ഇൻഷുറൻസ് ഉള്ളതല്ലേ.
ഇതിപ്പോൾ ഈ വിസയുടെ പ്രോസസ്സിങ്ങിൻ്റെ പ്രശ്നമില്ലായിരുന്നെങ്കിൽ ഒരു തലവേദനയില്ലായിരുന്നു. ഇപ്പം അച്ഛൻ്റെ ലൈസൻസ് ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനെ ഓടിച്ചെന്ന് പറയായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് കരുതിയാ ഞാനിത് ആഗ്രഹിച്ചത്. ഭാഗ്യമില്ല എന്ന് വിചാരിക്കാം അല്ലേ? ഞാനാ ഓടിച്ചിരുന്നേന്ന് പറഞ്ഞാലോ? ഏയ് അത് എന്റെ ലൈസൻസ് കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. ഞാൻ ഏതായാലും വണ്ടി ഓടിച്ചിട്ട് ആ ലൈസൻസ് ഒന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല. പക്ഷെ ആക്സിഡന്റ് കണ്ടവരുണ്ടാവില്ലേ? രണ്ടുപേരും. പക്ഷെ അവര് നമ്മൾ പറയുന്നിടത്ത് നിന്നോളും. അപ്പൊ പിന്നെന്താ? അല്ല എന്നാലും ഒരെന്നാലും വേണ്ട. രാജീവ് വിസയുടെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ശരിയാക്കാൻ നോക്ക്. ഞാനൊരു ഫോൺ ചെയ്തിട്ട് വരാം. വിനോദേ, ആ രാജീവ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യാല്ലേ? ഇല്ല, അവൾക്ക് പ്രോബ്ലം ഒന്നുമില്ല. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവരുത്. ആ ഉറപ്പ് വിനോദ് എനിക്ക് തരണം. ഞാൻ ലച്ചുവായിട്ട് വരാം. ശരി. നാളെ തന്നെ ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്താ ഇവിടെ നിൽക്കുന്നേ? അമ്മയായിരുന്നോ? എന്താ വിശേഷം? വിശേഷമൊന്നുമില്ല. ഹാപ്പി ബർത്ത്ഡേ പറയാൻ വിളിച്ചതാ. നല്ല മഞ്ഞുണ്ട്. ബാ. ഇന്ന് രാവിലെ 10:30 നിരുപമ രാജീവിനെ സൺറൈസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എന്തിന്? അവരുടെ മോളുടെ സ്കൂളിലെ പേരൻസ് ഡേ ആയിരുന്നു. ഷട്ടിൽ കോമ്പറ്റീഷൻ അവരും ചേർന്നു. തുടങ്ങി ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകായിരുന്നു വിത്ത് ഹൈ BP. ഇവരെ പോലുള്ളവരൊക്കെ എന്തിനാ ഈ ഷട്ടിലൊക്കെ കളിക്കാൻ പോകുന്നത്? വല്ല നാരങ്ങ സ്പൂൺ പോലുള്ള കളിക്കൊക്കെ പോയി ചേർന്നാ പോരെ? എന്നിട്ട് എനിത്തിങ് സീരിയസ്? നത്തിങ് സർ. ECG നോർമലാണ്. പിന്നെ ഷുഗറും കൊളസ്ട്രോളും നേരത്തെ ഹയർ സൈഡ് ആയിരുന്നുകൊണ്ട് റൂട്ടീൻ ചെക്കപ്പ് കഴിഞ്ഞ് നാളെ ഡിസ്ചാർജ് ചെയ്തു. കാര്യങ്ങൾ അപ്പാപ്പ അറിയിക്കാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. നാളെ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ മറ്റന്നാൾ 10 o'clock. സർ. ഇൻഫോം ദ കമ്മീഷൻ ആൻഡ് ഓൾ കൺസേൺ. സർ. ഏതായാലും ഓഫീസിൽ എല്ലാരും കൂടി തനിക്കൊരു പേരിട്ടിട്ടുണ്ട്, സാനിയ മിർസ. എല്ലാരും കൂടി എന്ന് പറയുമ്പോ ഇട്ടത് ഒരാളായിരിക്കുമല്ലോ. അല്ലേലും സാനിയ ടെന്നീസ് കളിക്കാരിയല്ലേ? ഇതിപ്പോ ഷട്ടിലല്ലേ? വിവരമില്ലാത്തൊരു പേരിട്ട അതുപോലെ ഇരിക്കും സാറേ. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഭക്ഷണത്തിന് മുമ്പ് കഴിക്കേണ്ടതുണ്ട്. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല സാറേ. ജീവിതാവസാനം വരെ കഴിച്ചോണ്ടിരിക്കാൻ നല്ലതെ ഹോമിയോ ചെയ്യ്. നല്ല ബെസ്റ്റ് ഒരാളെ ഞാൻ തരാം, ഡോക്ടർ പാർത്ഥസാരഥി. BP മാത്രല്ല, കൊളസ്ട്രോളും ഷുഗറൊക്കെ അങ്ങോട്ട് കൊടുത്താൽ മതി. എന്റെ ഫാദറിനെ ട്രീറ്റ് ചെയ്ത് പുള്ളിയാ. ഫാദറോ? മരിച്ചുപോയി. ശ്രീയേട്ടന്റെ മാറിയത് പക്ഷേ ആയുർവേദം കൊണ്ട്. ഡോക്ടർ വരുമ്പോഴേ ഷട്ടിൽ കളിച്ചതിന്റെ ആണോന്ന് ചോദിക്കണം. ചിലർക്ക് ഡൈ ചെയ്തതിന്റെ റിയാക്ഷൻ ആയിട്ട് ഇങ്ങനെ വരാറുണ്ട്. ആ ലൈസൻസ് സബ്മിറ്റ് ചെയ്യണം. ഞാനിന്ന് കൊണ്ടുപോയി കൊടുക്കട്ടെ. രാത്രിയിൽ ഇപ്പോൾ ഞാൻ വന്ന് കിടക്കണമെന്നുണ്ടെ ഭക്ഷണമൊക്കെ ക്യാൻറ്റീനിൽ നിന്ന് കൊണ്ടുതരും. കഞ്ഞി മതിട്ടോ. വേണമെന്നില്ല, നാളെ വന്നാ മതി. അമ്മയോട് തൽക്കാലം പറയണ്ട. ഞാനിപ്പോൾ എന്നാ ഞങ്ങൾ ഇറങ്ങാം. വീട്ടിലെത്തിയിട്ട് വിളിക്കാം. ഈ ആയുർവേദ ഹോമിയൊന്നും എനിക്കറിയില്ല. ചേച്ചി പറ്റുകയാണെങ്കിൽ ഇതൊന്ന് വെറുതെ നോക്ക്. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ മടിക്കരുത് കേട്ടോ. വീട്ടിൽ ചെന്നൊന്ന് കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് ഞാനിങ്ങ് വരാം. ഇതുവരെ നിങ്ങൾ കേട്ടത് തണ്ടുതുരപ്പൻ പുഴുവിന്റെ ആക്രമണവും പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ച് തൃശൂർ കാർഷിക സർവകലാശാല പ്രൊഫസർ ശ്രീ ശ്രീജൻ കൊണ്ടോട്ടി നടത്തിയ പ്രഭാഷണം. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ ഡൽഹി റിലേ. ആ രവി, വൈഫിൽ നിന്ന് ഡിസ്ചാർജാ. ഞാൻ ഒന്ന് വീട്ടിലാക്കിയിട്ട് വരാം. ഹായ്. സാറേ,
സാറിനെ വെസ്റ്റ് ട്രാഫിക് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു. ഒന്ന് അത്യാവശ്യമായിട്ട് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. ഇതാ നമ്പർ. ഹലോ സാർ, ഞാൻ രാജീവ് നാരായണൻ. എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. അതെ. ഉവ്വ്. ഇതെന്താ വീട്ടിലേക്കല്ലേ? എന്താ ആകപ്പാടെ? ട്രാഫിക് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുക. ലൊക്കേഷൻ എവിടെയാ? ബൈപ്പാസ് റൂട്ട് ക്ലിയർ അല്ലെന്നൊരു മെസ്സേജ് ഉണ്ട്, ഒന്ന് ചെക്ക് ചെയ്യണം. കൃത്യം 7 മണിക്ക് തന്നെ പ്രസിഡന്റിന്റെ വെഹിക്കിൾ പുറപ്പെടും. ഓവർ. എടപ്പള്ളി ബൈപ്പാസ്. സർ. സർ, ഞാൻ രാജീവ് നാരായണൻ. വരണമെന്ന് പറഞ്ഞിരുന്നു. തമ്മനം വഴി പോണം. അതിലെ ഇപ്പോഴും വണ്ടികൾ പോകുന്നുണ്ടെന്നാ മെസ്സേജ്. സർ. ആരാ? സർ, ഞാൻ രാജീവ് നാരായണൻ. ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിരുന്നു. CI വിനോദ് സാറിനെ വിളിച്ചിട്ടുണ്ടാവും. ആ ശിവൻകുട്ടിയുടെ മോന്റെ കേസല്ലേ? അതെ. ഇതല്ലേ ആള്? ഇത് നിങ്ങളുടെ ലൈസൻസ് അല്ലേ? അതെ. കാലാവധി കഴിഞ്ഞതാണല്ലോ. എന്ന് വെച്ചാ 3 വർഷം ജയിലിൽ കിടക്കാൻ വകുപ്പുണ്ടെന്ന്. അല്ല, നിങ്ങളെ പറഞ്ഞാ മതി. ഓടിക്കാൻ അറിയാത്തവരുടെ കയ്യിൽ വണ്ടി കൊടുത്തു വിട്ടിട്ട് ആ പയ്യനെ കോമ്പൗണ്ട് ഫ്രാക്ചറാ. പത്രവും ടിവിയും കോടതിയൊക്കെ പുറകെ വരുന്നുണ്ട്. അനുഭവിച്ചോ? അല്ല, CI സാറിന് മാറ്റി തരാൻ പറ്റില്ലല്ലോ. ഗ്രേവ് RTA ക്രൈമാ. ഇതങ്ങനെ ഒന്നും തീരില്ല. എന്താ സ്റ്റീഫൻ, പാലാരിവട്ടമൊക്കെ ഫുൾ ജാമാണല്ലോ. സർ, നോ പാർക്കിംഗിൽ 2 കാറുകൾ കിടപ്പുണ്ട്. മാറ്റാൻ റിക്കവറി വെഹിക്കിൾ അയച്ചിട്ടുണ്ട്. നിങ്ങൾ ഇറങ്ങല്ലേ? അതെ സർ. ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ റൂട്ട് മറ്റന്നാളാ, നെടുമ്പാശ്ശേരിക്ക്. ഓക്കെ സർ. എനിക്കറിയായിരുന്നോ? നിനക്ക് എന്തെങ്കിലും അറിയാവോ? ഇത്ര നേരം അവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു. ഇതിപ്പോ നിങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് വണ്ടി വിട്ടു വന്നു. ഓ, ഇന്റർവ്യൂ. അത് ഞാൻ പോയെന്നേ വിചാരിച്ചിട്ടുള്ളൂ. ഇതിങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ പോകാനാ വിനോദ? ആ, നിങ്ങൾക്ക് കാര്യവിവരമുള്ളൊരു ഭാര്യയുണ്ട്, അതങ്ങനെ പറയുന്നു. പല റെക്കോർഡ്സിലും ഇയർ ഓഫ് ബർത്ത് വേറെയാ. നേരത്തെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി അവളുടെ അച്ഛൻ കാണിച്ച അതിബുദ്ധിയാ. ശരിക്കുള്ള പ്രായത്തെക്കാൾ കൂടുതലാ പല സർട്ടിഫിക്കറ്റിലും. സത്യവേദാന്ന ഇപ്പം എൻ്റെ സംശയം. ആ, ഞാൻ വിളിക്കാം. ഞാനുണ്ടാക്കിയ ആക്സിഡന്റിന് നിന്റെ ലൈസൻസ് സബ്മിറ്റ് ചെയ്തതിന് റിവെഞ്ച് ആയിരുന്നോ? അതോ ഒറ്റയ്ക്ക് ഞാനങ്ങനെ അയർലൻഡിൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ടോ? ലൈസൻസ് എക്സ്പയർ ആയ കാര്യം തീരെ അറിയാൻ വയ്യായിരുന്നു എന്ന് പറയരുത്. സത്യമായിട്ടും എനിക്ക് അറിയാൻ വയ്യായിരുന്നു. ലൈസൻസ് കിട്ടിയത് പിന്നെ ഇന്നലെ ഇതിനു വേണ്ടി എടുത്തപ്പോഴാണ് ഞാനത് കൈകൊണ്ട് തൊട്ടത്. അതൊന്നും തുറന്നു നോക്കാൻ പോലും നിനക്ക് തോന്നിയില്ല? ഈ ലൈസൻസ് എന്ന് പറയുന്ന സാധനത്തിന് കാലാവധിയൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നതേ ഇന്നാ. ഒരു ഇൻഷുറൻസ് ക്ലെയിമും കിട്ടില്ല. ആ പോലീസുകാരൻ പറഞ്ഞ കേട്ടല്ലോ, ഇന്റർവ്യൂ നടക്കുന്ന നേരത്ത് നമുക്കിവിടെ കേസ് കളിച്ച് നടക്കാം. നമുക്കല്ല, സോറി, എനിക്ക്. ഉത്തരവാദിത്തം വണ്ടിയുടെ ഓണർക്കാ. അതൊന്നും നിനക്കറിയേണ്ട കാര്യമില്ലല്ലോ. രാജീവ്, അയർലൻഡിന് രാജീവ് പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ഭാവിക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയില്ലേ? നമ്മളത് സംസാരിച്ചിട്ടുള്ളതാണല്ലോ. ശരിയാ, എനിക്കും ലച്ചുവിനും കൂടെ വരാൻ പറ്റാത്തതിന് എനിക്ക് വിഷമം തന്നെയാ. ഞാൻ ഇന്റർവ്യൂ തോറ്റേന്റെ അന്ന് തൊട്ട് ലച്ചു എന്നോട് മിണ്ടുന്നില്ല. ഇനി രാജീവും ഇങ്ങനെ പറയാതെ നമുക്കൊരു നല്ല ജീവിതം വേണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ?
പക്ഷെ നിന്നെ സംബന്ധിച്ച് അത് ഓഫീസിൽ പറയാനുള്ളൊരു പൊങ്ങച്ച കഥയാ. ഞാൻ നല്ല ജീവിതം എന്ന് പറയുമ്പോൾ അതിന് വേറൊരർത്ഥം കൂടിയുണ്ട്. ഇപ്പോഴത്തെ എനിക്ക് മടുത്തു തോന്നുന്നു. കാറ് പാർക്ക് ചെയ്യാനെങ്കിലും സൗകര്യമുള്ള ഒരു വീട് എനിക്ക് വേണം. കൊള്ളാവുന്ന അയൽപ്പക്കം വേണം. സംസാരിക്കാൻ ആൾക്കാർ വേണം. സംസാരം എന്ന് പറയുമ്പോ ശശീലയുടെ കൊച്ചിന് കമ്മല് മേടിച്ചതും മഞ്ജുഷയുടെ പിള്ളേർ ടൂർ പോയതുമല്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, ലഞ്ച് തന്നു വിടും, അത്താഴം കൊണ്ടടി. ഒരു പ്രശ്നവുമില്ല. ഹാപ്പിലി മാരീഡ്. ഫ്രണ്ട്സിന് അസൂയ എന്നോട്. എന്താണെന്നോ, അവരുടെയൊക്കെ ഭാര്യമാർ അവരുടെ ജോലി കയറി ഇടപെടും. അനൗൺസ്മെന്റ് ശരിയായില്ലെങ്കിൽ അത് പറയും. ന്യൂസ് റീഡിംഗിലെ മോഡുലേഷനെ പറ്റി പറയും. പ്രോഗ്രാം തന്നാൽ അത് ഫോൺ ചെയ്ത് പറയും. മഹാശല്യം. ഞാൻ മാത്രം ഇതൊന്നുമില്ലാത്ത ലക്കി ഹസ്ബൻഡ്. രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട, സ്പോർട്സ് വേണ്ട, സാഹിത്യം വേണ്ട, പച്ചക്കറി ഉള്ളുവിലെ സ്കൂൾ ഫീസ് അത് മാത്രം കേട്ടാൽ മതി. വെരി ഹാപ്പിലി മാരീഡ്. ഇതൊക്കെ ഞാൻ രാജീവിനോട് വന്ന് പറയുന്നത് എനിക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി മാത്രമാണെന്നാണോ രാജീവ് വിചാരിച്ചിരിക്കുന്നത്? അച്ഛന്റെ അമ്മയുടെ നിങ്ങളുടെയൊക്കെ ഒരു കാര്യത്തിലും ഒരു കുറവും വരരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പച്ചക്കറി ഉള്ളിവിലയൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ കാര്യങ്ങൾ തന്നെയാ. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കണം എന്നുള്ളതും എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. ഒരു ദിവസം മുടങ്ങട്ടെ അത്, അല്ലെങ്കിൽ ഒരു മുളക് എക്സ്ട്രാ ഉണ്ടാവട്ടെ ഏതെങ്കിലും ഒരു കറിക്കകത്ത്. അന്ന് തെറ്റുമല്ലോ എല്ലാവരുടെയും മൂഡ്. ആളെ വെക്കണോ അടുക്കളയിൽ? പുറത്തുനിന്ന് വരുത്തണോ ഫുഡ്? ഞാൻ റെഡി. ബോറടിപ്പിക്കാത്തൊരു ഭാര്യയെ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ. രാജീവ്, ഞാനും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ. സ്വപ്നോ? എന്താ നിന്റെ സ്വപ്നം? എന്ത് സ്വപ്നം നീ വേണ്ടാന്ന് വെച്ചത്? UDC പോസ്റ്റിൽ നിന്ന് ജൂനിയർ സൂപ്രണ്ടിലേക്ക് പോകണമെന്നെങ്കിലും നീ സ്വപ്നം കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സ്വപ്നം കാണാനുമാണ് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ. മുടിയും ചോപ്പിച്ചും സ്വപ്നം പോലും. ഒന്നെടുത്ത് തുടയ്ക്കും. ഹലോ, അതെ. എന്തിനാ? ശരി. IG-യുടെ ഓഫീസിൽ നിന്നാ രാവിലെ 10 മണിക്ക് അവിടെ ഹാജരാവണമെന്ന്. തന്നെത്താനങ്ങ് വെക്കണം. ഞാൻ കൂടെ വരെ ഒന്നും വിചാരിക്കണ്ട എങ്ങോട്ടും. ഉച്ച കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ലേറ്റായി. തലവേദന ആയതുകൊണ്ട് അവൾ നേരത്തെ ഉറങ്ങി. അത്താഴം മേശപ്പുറത്തുണ്ട്. ചെല്ല്. PF ഗ്രാറ്റുവിറ്റി ഞാൻ കണക്കൂട്ടിയായിരുന്നു. കുറച്ച് ലച്ചുവിന്റെ ബെല്ലിടാമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പം മരുന്ന് വല്ലതും ഉണ്ടോ? ഇല്ല. അവരെന്തെങ്കിലുമൊക്കെ ചോദിച്ചാ എന്താ പറയണ്ടേന്ന് പോലും എനിക്കറിയില്ല. ഞാൻ പേടിച്ച് ചത്തുപോവും. ഒന്നെന്റെ കൂടെ വാ പ്ലീസ്. ഇതെന്താ ഇവിടെ നിൽക്കുന്നത്? കഴിക്കുന്നില്ലേ? എന്താ? ആക്സിഡന്റിന്റെ കാര്യത്തിന് IG എന്നെ വിളിപ്പിച്ചിരിക്കുക. എനിക്ക് ഒറ്റയ്ക്ക് പോവാൻ പേടിയാച്ചാ. അതെന്താ നീ പോകുന്നില്ലേ? ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ കുഴപ്പത്തിന് ഒറ്റയ്ക്ക് തന്നെ പരിഹാരം കണ്ടാൽ മതി എന്ന് പറഞ്ഞാ പറ്റോ? നീ പറഞ്ഞിട്ടില്ല അവള് ലൈസൻസ് എടുത്ത് തന്നത്. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ കൂടെ പോവാം. അച്ഛന് നാളെ ജോലിക്ക് പോകണ്ടേ? പക്ഷെ ഇവളുടെ കൂടെ ആരെങ്കിലും പോകണ്ടേ? അതല്ല ഞാൻ നേരത്തെ മലയാളത്തിൽ പറഞ്ഞു. IG സാറ് എന്താ വരാൻ പറഞ്ഞിരുന്നു. നിരുപമ രാജീവ്. അവിടെ വെയിറ്റ്. മറ്റന്നാൾ എന്തൊക്കെയാണ് നിരുപമയുടെ പ്രോഗ്രാംസ്?
വർക്കിംഗ് ഡേ ആണ്, ഓഫീസിൽ പോണം. അതല്ലാതെ അതല്ലാതെ ഒന്നുമില്ല. മറ്റന്നാള് ഓഫീസിൽ പോകണ്ട. ഡോൺ വറി, ലീവ് ആകാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ലക്ഷ്മി മകളല്ലേ? അതെ. കഴിഞ്ഞ ദിവസം സ്കൂളിൽ വെച്ച് ഒരു ഇന്ററാക്റ്റീവ് സെഷനിനിടയിൽ ലക്ഷ്മി ഒരാളോടൊരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ആൾക്ക് ആ ചോദ്യം വളരെ ഇഷ്ടപ്പെട്ടു. അന്വേഷിച്ചപ്പോൾ അത് പ്രിപ്പയർ ചെയ്ത് കൊടുത്തത് അമ്മയാണെന്ന് അവൾ പറഞ്ഞു. ചോദ്യകർത്താവുമായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ഹോണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നിരുപമയെ കാണണമെന്ന് രാഷ്ട്രപതി നേരിട്ട് ആവശ്യപ്പെടുകയായിരുന്നു. മറ്റന്നാൾ 8 o'clock ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ദ പ്രസിഡന്റ് അറ്റ് ദ ടാച്ച്. അതിനുശേഷം 12 മണിക്കുള്ള ഫ്ലൈറ്റിൽ പ്രസിഡന്റ് ഡൽഹിക്ക് മടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു വീട്ടിലേക്ക് പോകാം. നാളെ ഏകദേശം 6 മണിക്ക് ഒഫീഷ്യൽ വെഹിക്കിൾ നിങ്ങളുടെ വീട്ടിലെത്തും. യു വിൽ ബി ടേക്കൺ ടു ടാച്ച്. നാളെ അവിടെയായിരിക്കും നിരുപമയുടെ താമസം ഫോർ ഒഫീഷ്യൽ റീസൺസ്. സാർ, ആ ചോദ്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ? കുഴപ്പമൊന്നുമില്ലല്ലോ. രാഷ്ട്രപതിയുടെ മനസ്സിലുള്ളത് അദ്ദേഹത്തിനല്ലേ നിരുപമയെ അറിയാൻ പറ്റൂ. എനിവേ, ബി റെഡി അറ്റ് 6 o'clock. നാളെ 5 മണിക്ക് വെസ്റ്റ് ട്രാഫിക് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ SI സാറ്. ഒരു ആക്സിഡന്റ് കേസ്. ആ കേസ് കംപ്ലീറ്റ്ലി സെറ്റിൽഡാണ്. ഇറ്റ് ഹാസ് ബീൻ ടേക്കൻ കെയർ ഓഫ്. അതിനി മറന്നേക്ക്. ഇനി അങ്ങനെ ഏതെങ്കിലും തരത്തിൽ എവിടെന്നെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുന്നൊരു മൂവ് ഉണ്ടായാൽ ഞങ്ങളെ അറിയിക്കണം. യു ആർ അണ്ടർ അവർ പ്രൊട്ടക്ഷൻ ബിക്കോസ് ഫ്രം ദിസ് മൂമെന്റ് യു ആർ ദ സ്പെഷ്യൽ ഗസ്റ്റ് ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. കേട്ടത് തെറ്റിട്ടില്ലല്ലോ. പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലല്ലോ. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണണമെന്ന് IG വിളിപ്പിച്ചിട്ടില്ല പറയുന്നത്. ഇവരൊക്കെയാണ് പറയാതുള്ളൂ. അപ്പോ നിരുപമ ലക്ഷ്മിയോൾക്ക് ചോദ്യം പറഞ്ഞു കൊടുത്തിട്ടേ ഇല്ലെന്നാണോ? അവളുടെ സ്കൂളിൽ പ്രസിഡന്റ് വരുന്നുണ്ടെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇനി അറിഞ്ഞാ തന്നെ ഞാൻ എന്ത് ചോദ്യം പറഞ്ഞു കൊടുക്കാനാ അങ്കളെ? അല്ല, വല്ല കുസൃതി ചോദ്യമോ കടങ്കഥയോ അങ്ങനെ എന്തേലും? ഇന്ത്യൻ പ്രസിഡന്റിനോട് അല്ലേ? ആ ചോദ്യം എന്താണെന്ന് പത്രക്കാരോടൊന്നും തൽക്കാലം പറയണ്ടെന്ന് IG പറഞ്ഞിരിക്കുന്നത്. അതറിഞ്ഞാലല്ലേ പറയാൻ പറ്റൂ സാറേന്ന് എങ്ങനെയാ ചോദിക്കുക? ഏതായാലും ലച്ചു ഇപ്പൊ വരുമല്ലോ. ഇനി ആ ശിവൻകുട്ടി പ്രസിഡന്റിനെ പിടിച്ച് നമ്മളോട് പ്രതികാരം ചെയ്യാൻ. ഇതാ രാഷ്ട്രപതി ഭവൻ. ഇവിടെയാ പ്രസിഡന്റ് താമസിക്കുന്നത്. ഈശ്വര, ഇത്രയും വലിയ വീട് വെക്കണൊക്കെ എന്തായിരിക്കും അങ്ങനെ ശമ്പളം? ഡൽഹിയിൽ എക്സ്കർഷന് പോയപ്പോ ഞാൻ കണ്ടിട്ടുണ്ടമ്മേ ദൂരേന്ന്. അകത്തൊന്ന് കയറി കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവര് സമ്മതിച്ചില്ല. ഡൽഹിയിലൊക്കെ അടിച്ചു വരാൻ ആളെ കിട്ടാൻ പ്രയാസം ഉണ്ടാവില്ലല്ലേ? ഒരു ചായ ഇട്ട് തരൂ പ്ലീസ്. ആ, നാളെ വൈകുന്നേരം അല്ലേ പോകേണ്ടത്? ആര് പോകുന്നു? ഞാനോ? ഉവ്വ, പ്രസിഡന്റ് ഒറ്റയ്ക്കിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയുള്ളൂ. താൻ എന്തു മണ്ടത്തരായി പറയുന്നത്? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് തന്നെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. റെസ്പെക്ട് ദാറ്റ്. ഞാനും അങ്ങോട്ട് പറയാൻ തുടങ്ങുമായിരുന്നു. ചെന്നില്ലെങ്കിൽ കൊണ്ടില്ലാൻ ചിലപ്പോ അവര് കരിമ്പൂച്ചകളായിരിക്കും. തോമസേ, തന്നെ ഞാൻ ചായ ഇടാൻ പറഞ്ഞു വിടണോ? പ്രസിഡന്റിനോട് മോൾ എന്താ ചോദിച്ചത്? അതിന്റെ പേരിൽ പ്രസിഡന്റ് എന്നെ കാണണമെന്ന് പറഞ്ഞിരിക്കുക. പറ. കുടുങ്ങുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും കുടുങ്ങും. വാശി കാണിക്കാതെ നീ ചോദിച്ചത് എന്താണെന്ന് പറ.
ഇതൊന്ന് പറഞ്ഞു തന്നിട്ട് നീ എന്നോട് പിന്നെ മിണ്ടുകയേ വേണ്ട. ഞാനൊന്നും ചോദിക്കുകയുമില്ല. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുമില്ല, ആരോടും ഒന്നും പറഞ്ഞു കൊടുത്തിട്ടുമില്ല എന്ന്. അപ്പൊ അവർ നിന്നെ വിളിക്കുമല്ലോ. വിളിക്കട്ടെ. അമ്മ അടുത്തുനിന്ന് എനിക്കാ ക്വസ്റ്റ്യൻ കിട്ടിയത്. അതെവിടെയും പ്രൂവ് ചെയ്യാൻ ഞാൻ റെഡിയാ. ലച്ചു, പ്രസിഡന്റിനോട് പറഞ്ഞ നിന്റെ അയർലൻഡിന്റെ കാര്യം ഞാൻ ശരിയാക്കി തരാം. ഒന്ന് പറയടാ. ഇനിയേ യൂണിഫോം തേക്കാനായിട്ടേ അമ്മ കുമ്മാന്ന് പറഞ്ഞങ്ങ് വന്നേക്കട്ടാ. ഈ പ്രസിഡന്റിനോട് ചോദിക്കാൻ ഞാനൊരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് തന്നിരുന്നല്ലോ. ദ റോൾ ഓഫ് റേഡിയോ ഇൻ ബിൽഡിംഗ് അവർ നേഷൻ, അത് ചോദിച്ചില്ലേ? ആ ക്വസ്റ്റ്യൻ സ്കൂളിൽ നിന്ന് തന്നെ റിജക്ട് ചെയ്തു. ഓ, റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ UDC ആയ നിരുപമ രാജീവ് എന്ന 37-കാരിക്കാണ് രാഷ്ട്രപതിയുടെ ക്ഷണം ലഭിച്ചിരിക്കുന്നത്. ദേ, ഇതിലും 37. മാതൃഭൂമിയിൽ മാത്രമാണ് 36 കൊടുത്തിരിക്കുന്നത്. അമ്മ ഈ വയ്യാത്ത കാലം വെച്ചോണ്ട് തന്നെ വേണം ഇതൊക്കെ ചെയ്യാൻ. എന്റെ കാലിനിപ്പോ ഒരു കുഴപ്പമില്ല. എക്സസൈസ് എന്നല്ലേ ഡോക്ടറും പറഞ്ഞത്. എന്തിനാ വെറുതെ ഹെൽത്ത് ക്ലബിൽ കൊടുത്ത് പൈസ കളയണേ? ഇവരെല്ലാവരും ഉള്ളത് കൊണ്ട് എനിക്ക് സമയം പോകുന്നു അറിയില്ല. ഇതിങ്ങനെ വെട്ടിത്തെളിച്ചിട്ട് ആ, എന്റെ ഒരു പഴയ കൊലീഗില്ലേ ലൂസി, ഇവിടെ നീ ഓർക്കണില്ലേ? പിന്നെ ഓർക്കാതെ, എന്നെ പഠിപ്പിച്ചതല്ലേ. ഇത് ഇവരുടെ സ്ഥലാ. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്താ ഞങ്ങൾക്ക് വന്നിരിക്കാൻ ഒരു കോമൺ പ്ലേസ് ആവുമല്ലോ. ഓ, ഇവിടെ നന്നാക്കി എടുക്കണമെങ്കിൽ കുറെ പാടുപെടും. ഹായ് പ്രസിഡന്റ്സ് ഗേൾ, കൺഗ്രാറ്റ്സ്. താങ്ക് യു മിസ്. ടീച്ചറെ, ഇന്നലെ ന്യൂസിൽ കണ്ടപ്പോ ഐ ഫെൽറ്റ് റിയലി പ്രൗഡ്. സത്യം പറയാലോ, സ്കൂളിലെ തന്റെ പൊട്ടൻഷ്യൽ വെച്ച് ഇങ്ങനൊരു ഓർഡിനറി ലൈഫ് ലീഡ് ചെയ്യേണ്ട ആളല്ല താനെന്ന് എനിക്ക് നേരത്തെ തോന്നിയിട്ടുണ്ട്. അതിലെനിക്ക് നല്ല ഡിസപ്പോയിന്റ്മെന്റും ഉണ്ട്. പക്ഷെ ഇനി താൻ ഷൈൻ ചെയ്യും, ഐ എം ഷുവർ. എന്ത് ചോദിച്ചാ പ്രസിഡന്റിനെ താൻ ഞെട്ടിച്ചത്? ലൂസി ടീച്ചറെ, ആ പൂവരശ 20 വർഷം കൊണ്ട് നല്ല ഒന്നാന്തരം തണൽമരം ആകും. ചേച്ചി ഒന്ന് മണ്ണിട്ടെ. 20 വർഷോ? ആ സമയത്ത് നിങ്ങളൊക്കെ അതിന് നീ കാണുമല്ലോ. അമ്മയുടെ ഈ കാലിലെ നീര് കണ്ടിട്ട് എനിക്ക് മനസമാധാനത്തോടെ തിരിച്ചു പോകാൻ പറ്റില്ല. ലച്ചുവിനെ സ്കൂളിൽ വിട്ടിട്ട് ഞാനിങ്ങ് വരാം. ഞാൻ ഏതായാലും ഒരു 2 ദിവസം അമ്മയുടെ കൂടെ നിൽക്കാൻ പോവുക. ബാഗ് പാക്ക് ചെയ്താ ഞാൻ വന്നിരിക്കുന്നത്. എന്റെ കാലിന്റെ നീര് നീ ഇവിടെ വന്നിട്ടില്ലേ കണ്ടത്? അതിനു മുമ്പ് നീ ബാഗ് പാക്ക് ചെയ്തിങ്ങ് പോകുന്നത് എങ്ങനെയാ? അതുമല്ല, നാളെയല്ലേ പ്രസിഡന്റുമായിട്ടുള്ള മീറ്റിംഗ്? സ്വന്തം അമ്മയേക്കാ വലുതല്ലല്ലോ ഒരു പ്രസിഡന്റും. അമ്മ ഇങ്ങനെ അത്യാസന്ന നിലയിൽ കിടക്കുമ്പോൾ ഞാനവിടെ പ്രസിഡന്റുമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കാനോ? എനിക്കും ചില കടമകളൊക്കെ ഉണ്ട്. കേരളത്തിലെ 3.5 കോടി ആൾക്കാരിൽ 10 പേർക്ക് പോലും കിട്ടാത്ത അവസരം നിനക്ക് കിട്ടിയിരിക്കുന്നത്. ഇതൊരൊറ്റ തവണയേ വരൂ, പാഴാക്കി കളയരുത്. ഭയങ്കര ടഫാണ്, കിട്ടുമെന്ന് തോന്നുന്നില്ല. ടൈം വെറുതെ വേസ്റ്റ് ആയി. ഒന്നൊരു ട്രൈ ചെയ്തൂടെ? കണക്കില്ലടാ, ചുമ്മാ കളയാൻ എളുപ്പാ. നിരുപമ രാജീവല്ലേ? എവിടെ? നിരുപമ രാജീവല്ലേ? അതെ. ഒരു ഫോട്ടോ എടുത്തോട്ടെ ഞങ്ങള്? ഒരു ഫോട്ടോ എടുത്തോട്ടെ. മാം, ആ ക്വസ്റ്റ്യൻ എന്താണെന്നൊന്ന് പറയാമോ?
ഒക്കെ ഉണ്ട്, സർപ്രൈസാ. ഓ ഓക്കെ. പ്രസിഡന്റ് ക്ഷണിക്കാന്ന് പറഞ്ഞ വലിയ ഭാഗ്യം തന്നെയാ. ഹലോ. അതെ, താൻ എവിടാ? ദേ ക്യാൻറ്റീനിലേക്ക് എത്തുക. ലീവല്ലേ ഇന്ന്? ആണ്, എന്നാലും ഒന്ന് വന്നിട്ട് പോവാന്ന് വിചാരിച്ചു. നമ്മുടെ റാണിയും കേങ്ങും എവിടെയുണ്ട്? ഇവിടെ ഉണ്ട്. താൻ ഫോണുമായിട്ട് പതുക്കെ ഒന്ന് അവരുടെ അടുത്തേക്ക് ചെന്നേ. എന്തിനാ? ചെല്ല്, എന്നിട്ട് അവിടെ നിന്ന് എന്നോട് എന്തായി പ്രസിഡന്റിനെ കാണാൻ പോണ കാര്യം എന്ന് ചോദിക്കും. ആ നിരുപമേ, താനിന്ന് ലീവല്ലേ? പ്രസിഡന്റിന്റെ കാര്യം ചോദിക്ക്. എന്തായി പ്രസിഡന്റ് ആയുള്ള മീറ്റിംഗ്? പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞോ? അടുത്ത പ്രാവശ്യം തന്റെ വീട്ടിലേക്ക് വരുമെന്നോ? കലക്കി മോളെ. താൻ ഡൽഹിക്ക് ചെല്ലാന്ന് പറഞ്ഞ അപ്പൊ സ്റ്റേ ഒക്കെ? ഓ, രാഷ്ട്രപതി ഭവനിലോ സോണിയാഗാന്ധിയെ കാണാനല്ലേ? ഓക്കെ 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 ഓക്കെ. തന്നെ ഞാനൊന്ന് തൊഴുതോട്ടിടോ. ഓ, അവളുടെ ഓഞ്ഞ മുഖം എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്റെ ഈശ്വരാ. ദേ, ഞാൻ തന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടേ പ്രസിഡന്റിനോട് പരാതി പറയൊന്നും ചെയ്തേക്കല്ലേ, എന്റെ ജോലി പോകും. ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണല്ലേ. Will it take much longer? We are getting a bit late. I'll call her. Okay. സബ് കളക്ടറും പ്രോട്ടോകോൾ ഓഫീസറും ഒക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഒന്ന് പെട്ടെന്നായി കൊള്ളാം. ഇച്ചിരി മീനച്ചാറാ. പ്രസിഡന്റിന് ഇഷ്ടമാണ്. ഇന്നാൾ പത്രത്തിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് എള്ളുണ്ടി. വാ. അവസാനമായിട്ട് ചോദിക്കുകയാണ്, എന്താ ക്വസ്റ്റ്യൻ? എന്നെങ്കിലും നിനക്കും മക്കളുണ്ടാവുമല്ലോ, അന്ന് നീയും അറിയും പുത്രദുഃഖം. Please come. ഓൾ ദി ബെസ്റ്റ്. എത്തി ഒന്ന് സെറ്റിലായിട്ട് വിളിക്കാം. Good morning, ma'am. This is a wake-up call for you. Please be ready at 6:30 sharp for the security check. Thank you. പ്രസിഡന്റിനെ കാണാനെത്തിയ യുവതി ബോധം കെട്ടുവീണു. ഇന്നലെ താജ് ഹോട്ടലിൽ പ്രസിഡന്റിന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ യുവതിയാണ് രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്ന് ബോധരഹിതയായി വീണത്. കൂടിക്കാഴ്ച നടത്താനാവാതെ പ്രസിഡന്റ് ഡൽഹിയിലേക്ക് മടങ്ങി. പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം യുവതിയെ വിട്ടയച്ചു. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ UD ക്ലർക്കായി ജോലി ചെയ്യുന്ന നിരുപമ രാജീവാണ് ഇന്നലെ പ്രസിഡന്റിനുമൊത്തുള്ള പ്രഭാത ഭക്ഷണത്തിന് തൊട്ടു മുൻപ് മോഹാലസ്യപ്പെട്ട് വീണത്. മോളെ, ദേ ഇവിടെ എന്താ? ബോധം കെട്ട് വീണതിന്റെ പേരിൽ അവര് നഷ്ടപരിഹാരം വല്ലതും തന്നാ? വെറുതെ വിട്ടുകളയരുത് കേട്ടാ.
ആദ്യം കൂടിയപ്പോ ബോധം കെട്ട് വീണതാണെന്നും പറഞ്ഞുള്ള ഡോക്ടർ സർട്ടിഫിക്കറ്റ് ആയിട്ട് ചെന്നാ മതി. അയ്യോ സ്റ്റോപ്പ് ആയിട്ടില്ല മോളെ, ഒന്ന് ഇറങ്ങണം. കളക്ടറേറ്റ്. കളക്ടറേറ്റോ? കളക്ടറേറ്റ് അല്ലേ ആ കാണുന്നത്? നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാ. അല്ല ചേച്ചിയല്ലേ ഇന്നലെ? അതെ അതെ. കാലി ഇന്നലത്തെ വീഴ്ചയിൽ ഉളിക്കിയതായിരിക്കുമല്ലേ? കലക്കിന്റെ ചേച്ചി, ബോധം കെടണമെങ്കിൽ ഇങ്ങനെ ബോധം കെടണം. താജ് ഹോട്ടലിലെ പ്രസിഡന്റിന്റെ മുമ്പിൽ. ഏയ്, ആ എന്താ ഇവിടെ നിൽക്കുന്നത്? അവിടെ എല്ലാരും എന്നെ കളിയാക്കിക്കൊല്ല റെഡി ആയിട്ട് നിൽക്കുമായിരിക്കും അല്ലേ? അല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്റെ ഈശ്വരാ. അതെ, ശരിക്കും താൻ ബോധം കെട്ട് വീണതാണോ അത് ഒഴിവാക്കാൻ വേണ്ടി ബോധം കെട്ട് വീണതായിട്ട് അഭിനയിച്ചതാണോ? ശരിക്കും വീണതാണോ? തലേന്ന് ഏതോ കൊള്ള സങ്കേതത്തിലേക്ക് കൊണ്ടുപോകുന്ന പോലെ നമ്മളെ കൊണ്ടുപോകുന്നു. പിറ്റേന്ന് രാവിലെ മുതൽ കുറെ തടിമാടന്മാര് നമ്മുടെ ചുറ്റും നിന്ന് ഇരിക്കരുത്, ശ്വാസം വിടരുത് എന്നൊക്കെ പറയുന്നു. ടൈം ബോംബിനെ കുറിച്ചൊക്കെ പറയുന്ന പോലെയാണോ നമ്മുടെ എള്ളുണ്ടിയെ കുറിച്ചൊക്കെ അവര് സംസാരിക്കുന്നത്. പിന്നെ ഒരു ഹാളിൽ കൊണ്ടിരുത്തി ആകാശം ഇടിഞ്ഞു വീഴുന്നേന്ന് പറയുന്ന പോലെ ദേ പ്രസിഡന്റ് വരുന്നേന്നും പറഞ്ഞു. എനിക്ക് എന്തെങ്കിലും ആലോചിക്കാൻ പറ്റുന്നതിന് മുമ്പ് വേറെ 2 രാക്ഷസന്മാരുടെ കൂടെ അങ്ങേര് നേരെ കേറി വന്ന് എന്റെ മുമ്പിൽ വന്ന് നിന്നു. പിന്നെ കണ്ണു തുറക്കുമ്പോ ഞാൻ ആശുപത്രിയിലാ. ഓ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എത്ര പേര് അങ്ങേരെ മുന്നിൽ ബോധം കെട്ട് വീണിട്ടുണ്ടാവല്ലേ? ഇല്ല, ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നാ ലച്ചു പറഞ്ഞത്. താനേതായാലും വാ. ഏയ് അല്ല, ഞാനിപ്പോ പാടോ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ. തനിക്ക് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല. എന്താ? നന്നായി. അതെന്താ? ഒന്നും കാണേണ്ടി വരില്ലല്ലോ. ചേച്ചി, ഗുഡ് മോർണിംഗ്. സാറേ, നമ്മുടെ DMO ഓഫീസിൽ നിന്ന് വന്ന് പറഞ്ഞിരുന്നു ഇവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് വെക്കുന്ന കാര്യം. എന്തൊക്കെ ഐറ്റംസ് വേണമെന്നൊരു ലിസ്റ്റ് എടുക്കണം. പ്രധാനമായിട്ട് എന്താ? പഞ്ഞി, പ്ലാസ്റ്റർ, ഡെറ്റോൾ. ഇതിന്റെയൊക്കെ ആവശ്യം എന്താ അവിടെ? എന്റെ സാറേ, ആർക്ക് എന്ത് എപ്പോ സംഭവിക്കുമെന്ന് പറയാൻ പറ്റുമോ? ജയചന്ദ്രൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെ പ്രായമായിക്കൊണ്ടിരിക്കുക. നിനച്ചിരിക്കാതെ ഒരു വല്ലായിക വന്ന തന്നെയല്ല, കഴിഞ്ഞ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പ്രസിഡന്റ് പറഞ്ഞു എല്ലാ ഓഫീസിലും ഫസ്റ്റ് എയ്ഡ് ബോക്സ് വെക്കണോന്ന്. പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞോ? പിന്നെ യൂട്യൂബിൽ കിടപ്പുണ്ട്. സംസാരിക്കാലോ അല്ലേ? എന്താ? ആ എൻക്വയറി റിപ്പോർട്ടിന്റെ കാര്യം പറയാൻ ഇന്നലെ ആ തമ്പി വന്നിരുന്നു. വില്ലേജ് ഓഫീസറുടെ ഭാര്യ ബോധം കെട്ട് വീണതുകൊണ്ട് 2 ദിവസം വൈകുന്ന് നിരുപമയോട് പറയാൻ പറഞ്ഞു. ലച്ചു, നീ കാര്യം എന്താന്ന് വെച്ചാ പറ. എന്താ? ഒന്നും പറയുന്നില്ല അച്ഛാ. മോളെ, എന്തോ പേടി തട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലല്ലേ. ഞാൻ ആ നന്ദിതി ഒന്ന് വിളിക്കട്ടെ. ആരെയും വിളിക്കണ്ട.
ഞാൻ ഇനി സ്കൂളിൽ പോണില്ല, അത്രേ ഉള്ളൂ. കുട്ടികളൊക്കെ എന്നെ കാണുമ്പോൾ ഫെയിന്റ് ചെയ്ത് വീഴാ, അറിയോ? ഫെയിന്റ് ചെയ്ത് വീഴാന്ന് വെച്ചാ തല കറങ്ങി വീഴുന്നു. ഓ, ഞാൻ നാളെ നിന്റെ കൂടെ വന്ന് പ്രിൻസിപ്പാളിനോട് സംസാരിക്കാം. എന്ത് തോന്നിയ വാസം കാണിക്കാന്ന് വെച്ചാ? സംസാരിച്ചോ, പക്ഷെ സംസാരിക്കുമ്പോ അയർലൻഡിൽ പോകാൻ പറ്റത്തിന് കളിയാക്കിയതിനെ പറ്റിയും സംസാരിക്കണം. ഷട്ടിൽ അടിച്ചപ്പോ തലറങ്ങി വീണതിന് കളിയാക്കിയതിനെ പറ്റിയും സംസാരിക്കണം. എല്ലാവർക്കും ഉണ്ട് അമ്മമാര്, എനിക്ക് മാത്രം പറയണ നല്ല വിശേഷമില്ല ഇതുവരെ. പ്രിൻസിപ്പളോട് അച്ഛനെ സംസാരിക്കാം, പക്ഷെ ഫേസ്ബുക്കിലെ നിരുപമ ജോക്സിനെ പറ്റി ആരോടെ കംപ്ലൈന്റ് ചെയ്യാൻ പോകുന്നേ? റെക്കോർഡ് നമ്പർ ഓഫ് ലൈക്സാ, തുറന്നു നോക്ക്. The birds of paradise are remarkable not only for their exceptional beauty, but ലച്ചു, most നീങ്ങി വാ. otherworldly appearance. ഒരു ചെറിയ കളിയാക്കൽ കേട്ട ഉടനെ അങ്ങ് വാടിത്തളർന്ന് വീണേക്കുവോ ഇപ്പോഴത്തെ പിള്ളേര്? ഒരു റിയൽ പ്രശ്നം വന്നാൽ ഇവർക്ക് എങ്ങനെയാ ഫേസ് ചെയ്യാൻ പോകുന്നത്? അതെങ്ങനെയാ, എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഫേസ്ബുക്ക് അല്ലേ? But as veritable living textbooks on adaptation and sexual selection. അവൾക്ക് ഒരു കുഴപ്പമില്ല അല്ലേ? ഇന്ന് ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാം. ഇതെന്ത് സാധനാന്നാ പറഞ്ഞത്? ഡെത്ത് ബൈ ചോക്ലേറ്റ്. ഡെത്തോ? ഐസ്ക്രീമിൽ വരെ വയലൻസ് ആയി. നമ്മുടെയൊക്കെ കാലത്ത് ആകെ ഉണ്ടായിരുന്നത് ഒരു ജോയ് ഐസ്ക്രീമാ. അതും വർഷത്തിലൊരിക്കൽ ആരെങ്കിലും മേടിച്ച് തന്നാ തന്നു. ദേ ഇത് കുറച്ച് എടുക്കട്ടോ, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് തീർക്കാൻ പറ്റില്ല. യോ, എനിക്ക് വേണ്ട. അമ്മയ്ക്ക് മടക്കുമ്പോ നിർത്തിക്കോ, ബാക്കി ഞാൻ തട്ടിക്കോളാം. ഞാൻ അവിടെ ഇരിക്കുന്ന ഫിഷ് ടാങ്ക് കണ്ടിട്ട് വരാം. റിയലി ക്യൂട്ട്. സൂക്ഷിച്ച്. പാവം. ഞാൻ കാരണം രാജീവിനും ഓഫീസിൽ അത്യാവശ്യം കളിയാക്കൽ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? സോറി. ഞങ്ങൾ അയർലൻഡിലേക്ക് പോവുക. ഞങ്ങളെന്ന് വെച്ചാ? ഞാനും ലച്ചു. അവിടെ ചെന്ന് അവളൊരു ടെസ്റ്റ് എഴുതണം. പാസ്സായ 9th തന്നെ അഡ്മിഷൻ കിട്ടും. അതവൾ ക്ലിയർ ചെയ്യും. ഇവിടുത്തെ സ്കൂൾ റെക്കോർഡ്സ് ഇമ്പ്രസീവ് ആയതുകൊണ്ട് അക്കാഡമിക്കായിട്ട് തീരണമെന്നില്ല. ഒരു 2 bedroom അപ്പാർട്ട്മെന്റ് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ്. തുടക്കത്തിൽ എനിക്ക് വലിയ ശമ്പളമൊന്നും ഉണ്ടാവില്ല. അവിടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സിന് വലിയ ഡിമാൻഡൊന്നുമില്ല. അതുകൊണ്ട് നിനക്കൊരു ജോലിയില്ല, നമുക്ക് 3 ആൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ അച്ഛനും അമ്മയും ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നതും ശരിയല്ലല്ലോ. അങ്ങോട്ട് വരാനേ പറ്റില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ നോക്കട്ടെ, നിനക്കൊരു ജോലിയോ എനിക്കൊരു ബെറ്റർ പ്ലേസ്മെന്റോ കിട്ടുന്ന സമയത്ത്. ആ സമയം എന്നാണെന്ന് പറയാൻ പറ്റുമോ രാജീവിന്? 1 വർഷം? 2 വർഷം? അതുവരെ ഞാൻ എന്ത് ചെയ്യണം? എന്നത്തെയും പോലെ രാവിലെ ഓഫീസിൽ പോവുക, തിരിച്ചു വരിക അല്ലേ? അത് മാത്രമാണോ നിമ്മി? ഇവിടെയും കാര്യങ്ങളില്ലേ? എന്ത് കാര്യമാണ് രാജീവ്? ഞാൻ നോക്കാൻ മാത്രം അച്ഛനും അമ്മയ്ക്കും ആരോഗ്യക്കുറവൊന്നുമില്ല. ഇപ്പോഴും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവര് തന്നെയാ. അത് രാജീവിനും അറിയാം. എന്റെ കാര്യങ്ങളെന്ന് പറയുന്നത് ലച്ചുവും രാജീവുമാ. നിങ്ങളങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല. രാജീവിന്റെ സ്വപ്നമാണ്, എനിക്കറിയാം. അതിന് ഞാൻ തടസ്സം നിൽക്കില്ല. പക്ഷെ ലച്ചു കൊച്ചുകുട്ടിയാണ് രാജീവ്. അവക്ക് ഞാൻ വേണം. ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാന്നുള്ള കോൺഫിഡൻസ് അവൾക്കുണ്ട്. അത് അവൾ എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനും ഇല്ലേ അവിടെ. അവൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ 13 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഓപ്പർച്യൂണിറ്റിയേക്കാൾ ആവശ്യമുള്ള ചിലതുണ്ട്. ഒരമ്മയ്ക്ക് മാത്രം ചെയ്തു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും പറ്റുന്ന കാര്യങ്ങളുണ്ട്. അത് അവക്ക് മനസ്സിലാവണമെന്നില്ല.
പക്ഷെ രാജീവ് മനസ്സിലാക്കണം. നിമി, നീ ആദ്യം സെന്റിമെന്റ്സ് മാറ്റി വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. അമ്മയാണെന്നുള്ള സെന്റിമെന്റ്സ് ആണോ ഞാൻ മാറ്റി വെക്കേണ്ടത്? അത് മാറ്റി വെച്ചിട്ട് എനിക്ക് ഒന്നും സ്ട്രെയിറ്റ് ആയിട്ട് കാണണ്ട. അയർലൻഡിൽ ഒരു നമ്പർ 1 സ്കൂളും ഒരു ഇന്റർനാഷണൽ സിലബസും കാണണ്ട. ലച്ചുവിനെ എനിക്കിവിടെ വേണം രാജീവ്. ഒരുപാട് ആഗ്രഹിച്ച് നിൽക്കുക അവള്. ഇനി വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അത് ചിലപ്പം അവളെ വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് കൊണ്ടെത്തിക്കും. അങ്ങനെ വരാതെ ഞാൻ നോക്കിക്കോളാം. എനിക്ക് ഉറപ്പില്ല. അവൾ അവിടെയുള്ളത് എന്നെ സംബന്ധിച്ചൊരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ്. അതറിഞ്ഞിട്ടും ഞാൻ അവളെ കൊണ്ടുപോകുന്നത് ഇവിടെ നിന്ന ബാക്കി എല്ലാവരെയും പോലെ ഇവിടുത്തെ ലൈഫിൽ അവൾ കുരുങ്ങി പോകുന്നുള്ള പേടി കൊണ്ടാണ്. അവിടെ എന്ത് കാര്യമാണെങ്കിലും സ്കൂളിലെ ചെറിയ ചെറിയ വിശേഷങ്ങളാണെങ്കിലും അച്ഛനോട് പറയണം. അച്ഛൻ എത്ര തിരക്കാണെങ്കിലും. വേറെ സ്ഥല, വേറെ തരം കുട്ടികളാ. അവർ പറയുന്നതാ ശരിയെന്ന് വിചാരിക്കരുത്. അച്ഛൻ പറയുന്നത് മാത്രമേ അനുസരിക്കാവൂ. അടിയിൽ വെച്ചിട്ടുണ്ട്. ഒരു കാര്യം എപ്പോഴും ഓർക്കണം. അച്ഛനും അമ്മയും നിനക്ക് നല്ലത് വരണമെന്ന് വിചാരിക്കുന്നത് പോലെ വേറെ ആരും വിചാരിക്കില്ല. വേറെ ആരും. എനിക്കറിയാം അമ്മ. വീട്ടിൽ ഞാൻ സ്കൈപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അറിയാലോ, ആദ്യത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ, പിന്നെ അമ്മ യൂസ്ഡ് ആയിക്കോളും. എന്തേലും സംശയം ഉണ്ടേ സെബാസ്റ്റ്യൻ സാറോട് ചോദിച്ചാൽ മതി. എല്ലാ ദിവസവും ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കണം. ഞാൻ അമ്മ അടുത്തുനിന്ന് എസ്കേപ്പ് ചെയ്ത് പോവല്ല. ഞാൻ എൻ്റെ ഡ്രീംസിന്റെ പിന്നാലെ പോവാ. പക്ഷേ ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് അമ്മ എന്നോട് വഴക്കിടുമ്പോ പറഞ്ഞ കുറെ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും. ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ വോണ്ട് മിസ് യു. ചെന്ന ഉടനെ വിളിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഞങ്ങളുടെ കാര്യം നോക്കണ്ട. അവളെ ഒരുപാട് നാൾ ഇവിടെ ഒറ്റയ്ക്ക് ഇടരുത്. ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് ഞാൻ പറയട്ടെ. ഇനി എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്റെ പൊന്നു മോനെ, തൽക്കാലം നീ ആ പേന അവക്ക് കൊടുക്ക്. അവളത് കാണാതെ പോയത് കൊണ്ടല്ലേ. ഹോംവർക്ക് തീർത്തിട്ട് തിരിച്ചു തരൂ. ഓ ശരി, പുതിയതെങ്കിൽ പുതിയത്. ഇനി വഴക്കിന് പോകരുത് കേട്ടോ. ഇങ്ങനെയുണ്ട് ഒരു സ്വൈര്യക്കേട്. ഞാൻ അയർലൻഡിൽ പോകും ശശികലേ. എങ്ങനെയെന്നോ എപ്പോഴെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ പോവും. അതിനുള്ള വഴി ഞാൻ കണ്ടുപിടിക്കും. ഉറപ്പാ. 14 വർഷമായിട്ട് ശീലമായിപ്പോയ സ്വൈര്യക്കേടാ.
എനിക്കതില്ലാതെ പറ്റില്ലടോ. ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ആള് വന്നില്ലായിരുന്നെങ്കിൽ, അവിടെ ഞാൻ തലകറങ്ങി വീണില്ലായിരുന്നെങ്കിൽ എന്നെയും ചിലപ്പോ കൊണ്ടുപോയെന്നെ. അറിയോ? ഏയ്, അതും ഇതുമായിട്ട് എന്താ ബന്ധം? തല കുനിക്കാതെ പറയാൻ പറ്റൂടോ ഇതെന്റെ അമ്മയാന്ന്, ഭാര്യയാന്ന്. ഞാനാകാതിരിക്കാനാ എൻ്റെ മോളെ എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോയത്. ഞാനാകാതിരിക്കാൻ, നിരുപമയാകാതിരിക്കാൻ. താനും ലച്ചുവൊക്കെ പറഞ്ഞല്ലോ ഫേസ്ബുക്കിൽ എന്നെ കുറിച്ചുള്ള തമാശകളെ പറ്റി. എനിക്കത് കാണണം ഇപ്പൊ. എന്തിന്? തനിക്ക് വേറെ പണിയില്ലേ? അതിപ്പോ കണ്ടിട്ട് എന്തിനാ കൂടുതൽ വിഷമിക്കാനോ? ഏറ്റവും വലിയ അടികിട്ടി നിൽക്കുക, അതിനേക്കാൾ വലുതാവില്ലല്ലോ എന്തായാലും. ഇവളെ പോലുള്ളവരാണല്ലോ നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നത്. കഷ്ടം. മന്നു ക്രൂസ് അഗൈൻ. മലയാളികളുടെ മാനം കളയാൻ ഓരോന്നിറങ്ങും. നിരുപമേ, ദേ പ്രസിഡന്റ് വരുന്നു, ഓടിക്കോ. ഷെയിം നിരുപമ, നാഷണൽ ജോക്ക്. Is this Nirupama Krishnan of 1998 economics batch? I don't think so. It can't be a Nirupama. നിരുപമ, കളക്ടർ വിളിക്കുന്നു. ഇന്നലെ 10 മിനിറ്റ് മുമ്പേ ഏതൊരു ഓഫീസർ കളക്ടർ ചേംബറിലേക്ക് കയറിപ്പോന്ന് ഞാൻ കണ്ടിരുന്നു. കണ്ടിട്ട് ഡൽഹിയിൽ നിന്നാണോ തോന്നുന്നത്. അപ്പൊ പിന്നെ എൻക്വയറി തന്നെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. Susan? Do you know who she is? അനിശ്ചിതകാല സമരം വന്നപ്പോ ഞങ്ങൾക്ക് പഠിക്കണമെന്നും പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടിക്കാരെ ക്ലാസ്സിൽ നിന്ന് കൂവി ഇറക്കി വിട്ട ചെറർ. കൈവെട്ടും കൊല്ലുമെന്നൊക്കെ അവര് ത്രട്ടൻ ചെയ്തപ്പോ ക്യാമ്പസിന്റെ നടുവിൽ വന്നങ്ങ് നിന്നു. ധൈര്യമുള്ളവരാരാന്ന് വെച്ചാ വരാൻ പറഞ്ഞു. നിരുപമ കൃഷ്ണൻ, our inspiration and fortunately my classmate. Please. ഇവിടെ 15 വർഷം അല്ലേ? അതെ സർ. IIM-ൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. ഇറങ്ങട്ടെ മോൻ. ഓക്കെ. 15 വർഷത്തെ വിശേഷങ്ങളുണ്ട് പറയാനും കേൾക്കാനും.
ഇറങ്ങി പോണം. വർഗീസ് സേട്ടിന് പകരം വന്നയാള് അതാരും ആയിക്കോട്ടെ, നിങ്ങൾ ഇപ്പൊ ഇറങ്ങണം. ഔട്ട്സൈഡേഴ്സ് അകത്ത് കയറാൻ പാടില്ല. ഇറങ്ങിയില്ലെങ്കിലോ? ഇറങ്ങിയില്ലെങ്കിൽ പോലീസ് ഒന്നിറക്കും. എന്നാ പിന്നെ അത് തന്നെ നടക്കട്ടെ അല്ലേ? നിങ്ങള് മോനെ, കമ്പ്യൂട്ടർ ലാബ് വേണോന്നുള്ള ഒറ്റയാളുടെ വാശിപ്പുറത്തുണ്ടായ ബിൽഡിംഗ് അത്. പോലീസ് കമ്മീഷണറും മാനേജ്മെന്റും വന്നിട്ട് എഴുന്നേറ്റിട്ടില്ല. മോൻ ചെല്ല്, ആരെയാന്ന് വെച്ചാ വിളിച്ചോണ്ട് വാ. ദേ അവൻ കുഴപ്പമുണ്ടാക്കും കേട്ടോ. Nirupama Krishnan, if you don't stop this strike right now, you will be expelled from this college. You can expel me, sir, but I won't leave till I see a computer lab here. കാണാനാ നീ എന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചതെങ്കിൽ അങ്ങനെ ഒരാളിപ്പോ ഇല്ല സൂസൻ. അത് മനസ്സിലാവും. പക്ഷെ ഇനി അങ്ങോട്ടും അങ്ങനെ ഒരാൾ ഉണ്ടാവുകയില്ല എന്നാ നീ പറയുന്നെങ്കിൽ അതെനിക്ക് മനസ്സിലാവില്ല. അച്ഛന്റെ മരണം, അച്ഛന്റെ ജോലി ഏറ്റെടുക്കൽ, കല്യാണം, കുട്ടി, പ്രാരാബ്ദം, ഇതൊന്നും അല്ലാതൊരു എക്സ്ക്യൂസ് ഉണ്ടെങ്കിൽ പറ, കേൾക്കാം. അതിനേക്കാൾ വലിയ എക്സ്ക്യൂസ് പറയാനുള്ളിടത്ത് നിന്ന് നിന്റെ പകുതി കാലിബർ ഉള്ള നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എത്തിച്ചേർന്നത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡ് പൊസിഷനിലാണ്. അതുകൊണ്ട് ഒഴിവഴു പറയുമ്പോ ആ യൂഷ്വൽ ക്ലീഷയൊക്കെ ഒഴിവാക്കി പറയണം. ഇപ്പോഴത്തെ നിന്നെ ഞാൻ കാണാതിരിക്കാനാ നീ ഇത്രയും നാള് ഒളിച്ചു നടന്നതെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം ഇപ്പോഴത്തെ നിന്നെ നിനക്ക് തന്നെ ഇഷ്ടമില്ലെന്നാണ്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? സ്വപ്നം കാണാൻ നീ ഇടയ്ക്ക് എവിടെയോ വെച്ച് മറന്നുപോയി. നിരുപമ കൃഷ്ണൻ ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ളതിനൊരു തെളിവ് വേണം. ഒരു സിഗ്നേച്ചർ അവശേഷിപ്പിക്കാതെ കടന്നു പോകേണ്ട ആളല്ല നീ. ഏതെങ്കിലും ഒരു ഓഫീസിന്റെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ മാത്രം പതിയാനുള്ളതല്ല അത്. യുവർ ഡ്രീം is your signature. എനിക്കിനി ഉണ്ട്. 40കളുണ്ട്, 50കളുണ്ട്, 60കളും 70കളും ഉണ്ട്. You are never too late to start. Never. നിന്നെ കണ്ടുപിടിക്കാൻ എന്നെ സഹായിച്ച നിരുപമ ജോക്സിന് പ്രത്യേകം താങ്ക്സ്. പക്ഷെ ഒരാളെ കണ്ട് തലകറങ്ങി വീഴുന്നതിലേക്കാണ് 15 വർഷത്തെ ശീലങ്ങൾ നിന്നെ കൊണ്ടെത്തിച്ചതെങ്കിൽ ആ ശീലങ്ങൾ നീ മാറ്റിയേ പറ്റൂ. അതിലാരു പെട്ടാലും എന്ത് പെട്ടാലും. പഴയ 20കാരി കണ്ട സ്വപ്നമാണിത്. അവളുടെ കയ്യൊപ്പാണിത്. അതിനുപയോഗിച്ച പേന ഒന്ന് പൊടിതട്ടിയെടുത്താൽ മാത്രം മതി. The world will begin to change for you. നന്നായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ ഇത് മാത്രം സംസാരം. താങ്ക് യു. ഇതെന്താ സംഭവം? വഴിയിൽ വെച്ച ആൾക്കാർ പറയുന്ന കേട്ടല്ലോ. ചേച്ചി. താങ്ക് യു ജയ. ഞാനും അത് പറയാൻ തുടങ്ങിയായിരുന്നു. പിള്ളേര് പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. ഏതായാലും കലക്കി കളഞ്ഞു കേട്ടോ. എന്താ കാര്യം? ഫേസ്ബുക്ക് പറഞ്ഞു നമുക്ക്.
നിരുപമ രാജീവ്. വയസ്സ് 36. പ്രസിഡന്റിനെ കണ്ട് ബോധം കെട്ട് വീണത് ഞാനാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏതാനും കലാകാരന്മാർ വരച്ച എൻ്റെ കാർട്ടൂണുകളും എന്നെക്കുറിച്ചുള്ള തമാശകളും ഈ അടുത്ത ദിവസമാണ് എനിക്കൊന്ന് കാണാൻ സാധിച്ചത്. ജീവിതത്തിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് എപ്പോഴും ഈ ഫേസ്ബുക്കിന്റെ മുമ്പിലിരിക്കാനുള്ള സമയം എനിക്കില്ലാതിരുന്നതുകൊണ്ടാണ്. കലാകാരന്മാരൊന്നും വിചാരിക്കരുത്. ഇനിയുള്ള നിങ്ങളുടെ സൃഷ്ടികൾ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടി പ്രസിഡന്റിനെ കണ്ടപ്പോ ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന് നേരിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ച ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത്. ശ്രദ്ധിച്ച് കാണണം. ഹാളിൽ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. പ്രസിഡന്റ് റൂമിൽ നിന്ന് പുറപ്പെട്ടു എന്ന് മെസ്സേജ് കിട്ടിക്കഴിഞ്ഞു. അദ്ദേഹം ഏത് നിമിഷവും എത്താം. സെക്യൂരിറ്റി ഗാർഡ്സ് എന്റെ ചുറ്റും നിന്നിങ്ങനെ നിർദ്ദേശങ്ങൾ തന്നോണ്ടിരിക്കുകയാണ്. പ്രസിഡന്റ് എത്താറായി. ആരും സംസാരിക്കുന്നില്ല. ടോട്ടൽ സൈലൻസ്. വാതിൽ തുറന്ന് സാക്ഷാൽ ഇന്ത്യൻ പ്രസിഡന്റ് മുറിയിലേക്ക് കയറി വരുന്നു. നേരെ എന്റെ മുമ്പിലേക്ക് വന്ന് നിന്ന് എന്നോട് പറയുന്നു, നമസ്തേ. സ്വന്തം മുറിയിലിരുന്ന് മാത്രം പ്രതികരിക്കാൻ ധൈര്യം കാണിക്കുന്ന കലാകാരന്മാരെ, കലാകാരികളെ, എന്റെ ഈ ജീവിതം കണ്ട് ദയവ് ചെയ്തൊന്ന് അസൂയപ്പെടൂ എന്ന് ഉറക്കെ കരയുന്ന യുവതീ യുവാക്കളെ, വീട്ടിലെ ബെഡ്റൂമും മക്കളുടെ മാർക്കും സ്വന്തം പ്രണയവും വരെ നാട്ടുകാരുടെ മുമ്പിൽ യാതൊരു എളുപ്പമില്ലാതെ തുറന്നു കാണിക്കുന്ന സഹോദരീ സഹോദരന്മാരെ ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. പുതിയ തമാശകളും പുത്തൻ ചീത്തവിളികളും. അങ്ങനെയെങ്കിലും 4 പേര് അറിയട്ടെ നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന്. അല്ലാതെ ഇന്ത്യൻ പ്രസിഡന്റ് അതിഥിയായിട്ട് ക്ഷണിച്ചിട്ട് നിങ്ങളെ ആരും അറിയാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞതാ. കാത്തിരിക്കുന്നു നിങ്ങളുടെ സൃഷ്ടികൾക്ക് വേണ്ടി. സമ്മതിച്ചു മോളെ, ഒറ്റ ഇനി ഫാദർക്കില്ല. ഇനി ഒരാൾക്ക് കൂടി എനിക്ക് മറുപടി കൊടുക്കാനുണ്ട്. ആർക്ക്? ഹലോ, ഞാനിപ്പോ ബസ്സിലാ. ഒരു മേന കേട്ടോ, 7 രൂപ. നമ്മുടെ വല്യമ്മയെ കണ്ടില്ലല്ലോ. അവരെന്തോ വയ്യാണ്ട് കിടക്കാന്ന് അറിഞ്ഞത്. എന്തു പറ്റി? വയറ്റിലെന്തോ മുഴയോ മറ്റോന്നാ പറഞ്ഞത്. കുറച്ച് കുഴപ്പാന്ന് തോന്നണേ. ചേട്ടാ ഒരു പള്ളി നോക്ക്. ഇറ്റ്സ് വൈറൽ. നാട്ടിലുള്ള എത്ര ഫ്രണ്ട്സാ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചെന്നറിയോ? തനിക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടോ ഇത്ര ഗട്ട്സ്? കമന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കണം. തനിക്കിപ്പോ ഭയങ്കര സപ്പോർട്ടാ. അച്ഛന്റെ റിയാക്ഷൻ ആയിരുന്നു ഒന്ന് കാണേണ്ടത്. അമ്മ തന്നെയാണോ എന്നറിയാൻ 2-3 പ്രാവശ്യം വീഡിയോ കണ്ടു നോക്കി. എന്നിട്ട് അച്ഛൻ എവിടെ? ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല. ടഫ് ജോബാ അമ്മ. ചില ദിവസമൊക്കെ ഒത്തിരി ലേറ്റ് ആവും. എന്നാൽ എന്തിനമ്മ നമ്മുടെ വെജിറ്റബിൾ ഗാർഡൻ മാറ്റുന്നത്? അത് അവിടെയുള്ള എന്ത് രസമായിരുന്നു. ഓ, ഇനി ഇതാര് നോക്കാനാ? കൊതുകും പിടിച്ച് സ്ഥലവും മെനക്കെടുത്തി. അതും ഈ 4, 3, 7 പച്ചക്കറിക്ക് വേണ്ടി. മറ്റന്നാൾ ആള് വന്ന് ഇതെല്ലാം എടുത്തോണ്ട് പോക്കോളൂ. ഇവിടെ ഫുഡാ അമ്മ എന്റെ മെയിൻ പ്രോബ്ലം. പുറത്തുനിന്ന് കഴിച്ച മതിയായി. ചിലപ്പോ ഇങ്ങനെ കരച്ചില് വരും. കുറച്ച് ചോറും കറിയുമ്പോഴൊന്ന് പാഴ്സൽ അയക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നല്ലേ. പാഴ്സലല്ല, ഞാൻ വരും അങ്ങോട്ട്. ഉറപ്പായിട്ടും വരും. എന്നാ ഞാൻ നാളെ വരാം അമ്മ. ഒരുപാട് ഹോംവർക്ക് ഫിനിഷ് ചെയ്യണം. ജോബ് ബുക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ലവ് യു ഉമ്മ. ഇവിടേക്ക് തന്നെ വന്നതാ. ബസ്സിൽ ചോദിച്ചപ്പോ സുഖമില്ലാതെ കിടക്കുക പറഞ്ഞു. അപ്പൊ ഒന്ന് കാണണോന്ന് തോന്നി. എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണോ മോള്? അതെ. എന്താ? അല്ല, ഒന്നുമില്ല. എങ്ങോട്ടോ ഇറങ്ങാൻ തുടങ്ങായിരുന്നു തോന്നുന്നു. നമ്മുടെ അയ്യർ സാറിന്റെ വീട്ടിലേക്ക്. അവർക്ക് ആഴ്ചയിൽ മുറുക്കും കൊണ്ടാട്ടവും വേണം. അവരെന്ന ജീവിയാ. ദാ വീട്ടിലുണ്ടായതാ. അയ്യോ, ഇതൊക്കെ എനിക്കായിട്ട് ഞാനിവിടെ ഒന്നും ഉണ്ടാക്കാറില്ല. ഒക്കെ പുറത്തുനിന്നാ.
ചായ കൊണ്ടുവരാൻ പയ്യനോട് പറയാം. അയ്യോ വേണ്ട. എന്നെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരാള് എന്നെ കാണാൻ വരുന്നത് ആദ്യമായിട്ടാ. പിന്നെ പറയാനാണേലും പെൻഷന്റെ പാതി വാങ്ങിക്കാൻ വരുന്ന മരുമോളെ ഉള്ളു കേട്ടാ. മോള് വാ. ആശുപത്രിയിലൊക്കെ പോകുന്നത്? ഓ, അതിനൊന്നും കുഴപ്പമില്ല. അത്യാവശ്യമൊക്കെ നടക്കാം. കൂട്ടു വേണമെങ്കിൽ പറയണം. ആശുപത്രി പോകാൻ കൂട്ടു വേണ്ട. പക്ഷേ ഇടയ്ക്ക് ഇതുപോലെ വരാമെങ്കിൽ വല്ലപ്പോഴും മതി. വേറൊന്നിനുമല്ല. ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നൊരു തോന്നൽ വേണം മോളെ മനുഷ്യന്മാർക്ക്. വല്ലപ്പോഴെങ്കിലും ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ ഒരാള് വേണം. എല്ലാ ദിവസവും തമ്മി തമ്മി കാണുമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പേര് പോലും ചോദിച്ചിട്ടില്ല. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ കണ്ടില്ല, അത്രേ ഉള്ളൂ. അതിനപ്പുറം ആർക്കെവിടെ നേരം? എന്നിട്ടും മോൾ എനിക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച ഈ സമയമുണ്ടല്ലോ, ഇനി എനിക്ക് എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഓർത്തിരിക്കാനുള്ളതാ. അവരോട് പണി നിർത്താൻ പറ മോളെ. അവരോടത് മാറ്റരുതെന്ന് പറ. ഈ സാധനങ്ങൾ കിട്ടിയാ കേമാക്കാം. സാർ അത് നിരുപം മേഡം വന്നിരിക്കാങ്ക വர சொல்லு. മേഡം പ്ലീസ്. വാ. I am സീതാറാം അയ്യർ. അയ്യോ എനിക്കറിയാം സർ. സാറിന്റെ കടയിൽ നിന്നാണ് ഞങ്ങൾ ഫംഗ്ഷൻസിന് സാരിയൊക്കെ വാങ്ങുന്നത്. എന്റെ വൈഫ് രുക്മിണി, പുതിയടം രാമൻ നമ്പൂതിരി. പ്ലീസ്. ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. നമ്മളെ പ്രസിഡന്റിനെ കണ്ട് ബോധം കെട്ട് വീണ. ഇന്നലെ നിരുപമ മാധവമ്മയ്ക്ക് കൊടുത്ത വെജിറ്റബിൾസ് അതവർ ഞങ്ങൾക്ക് കൊണ്ടു തന്നു. ചിലപ്പോൾ പറഞ്ഞു കാണും. ആൻഡ് ഐ ഷുഡ് സേ, കഴിഞ്ഞ 10-15 വർഷത്തിനിടയിൽ ഇത്ര ശുദ്ധമായിട്ടുള്ള, ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾസ് ഞങ്ങൾ കഴിച്ചിട്ടേ ഇല്ല. നമ്പൂരിയെ പറ്റി നിരുപമ കേട്ടിട്ടുണ്ടോന്നറിയില്ല. സദ്യ എന്ന് പറഞ്ഞാൽ അത് നമ്പൂതിരിയുടെ സദ്യ. അതിന് കേരളത്തിൽ ഇദ്ദേഹത്തിന് ഒരു കോമ്പറ്റീഷൻ ഇല്ല. ആക്ച്വലി ഇദ്ദേഹമാണ് സജസ്റ്റ് ചെയ്തത് നിരുപമയെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന്. സോ ലെറ്റ് മീ കം ടു ദി പോയിന്റ്. ഞങ്ങൾക്ക് നിരുപമയുടെ വെജിറ്റബിൾസ് വേണം. ഐ മീൻ, ഞങ്ങൾ നിങ്ങളുടെ പ്രോഡക്ട്സ് വാങ്ങാൻ തയ്യാറാണ്, നിരുപമ പറയുന്ന വിലയ്ക്ക്. അയ്യോ സാർ, ഞങ്ങൾക്ക് തരുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്താ സാറി പറയുന്നത്? സാറിനെ പോലെ ഒരാൾ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് സത്യം പറഞ്ഞ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഉടനെ വേണമെന്നല്ല, 4 മാസം കഴിഞ്ഞ്. ഇഫ് യു ആർ ഓക്കെ, നാളെ തന്നെ ഞാൻ ടോക്കൺ അഡ്വാൻസ് തരാം. അയ്യോ അഡ്വാൻസ് ഒന്നും വേണ്ട സാർ, ഞാൻ ഓക്കെയാണ്. പെർഫെക്റ്റ്. 2000 പേർക്കുള്ള വെജിറ്റബിൾസ് ആണ് ഞങ്ങൾക്ക് വേണ്ടത്. എത്ര? 2000. 2000. മകളുടെ മാരേജ് റിസപ്ഷന് വേണ്ടിയാ, 6th of June. എന്ന് പറയുമ്പോ ഇനി കൃത്യം 4 മാസം. നിങ്ങളുടെ ഒരേക്കർ ഫാമിനെ പറ്റി മാധ്യമ പറഞ്ഞു. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് ദാറ്റ് യു ആർ ഡൂയിങ്. വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ്
തലേസം തന്നെ എത്തിച്ചോളോ. നിങ്ങളുടെ ഫാമിലി എന്താ ഇല്ലാച്ചാ അത് നേരത്തെ തന്നെ ഒന്ന് അറിയിച്ചു വെച്ചേക്കാം. അങ്ങനെയുള്ളത് വേറെടുത്തും തരപ്പെടുത്താലോ. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നോ പെസ്റ്റിസൈഡ്സ്, നോ എൻഡോസൾഫാൻ. സദ്യക്ക് ക്യാൻസർ വിളമ്പാൻ എനിക്ക് താല്പര്യമില്ല. ഇന്നലെ മാധവിയമ്മയ്ക്ക് കൊടുത്ത പോലെ 100% ശുദ്ധമായത്. അല്ലെങ്കിൽ ഐ വിൽ ഗെറ്റ് വെരി ആംഗ്രി. തക്കാളി കണ്ടപ്പോ തന്നെ പരാഗണം കൃത്യാന്ന് ബോധ്യായി. എന്താ അങ്ങനെയല്ലാന്നുണ്ടോ? പച്ചക്കറികൾ പലതും തഴച്ചങ്ങട് വളരാത്തത് പരാഗണം കൃത്യമല്ലാത്തോണ്ട് തന്നെയാ. എന്തേ? സോ ജസ്റ്റ് ഗോ ത്രൂ ദി ലിസ്റ്റ്. നാളെ രാവിലെ തന്നെ എന്നെ അറിയിക്കണം. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു പക്ക യെസ് കിട്ടിയിട്ട് വേണം വേറൊരു പാർട്ടിക്ക് കൊടുത്തിരിക്കുന്ന ഓർഡർ എനിക്ക് ക്യാൻസൽ ചെയ്യാൻ. ഐ വിൽ വെയിറ്റ് ഫോർ യുവർ കോൾ. കാബേജ് 35 കിലോ, ക്യാരറ്റ് 30 കിലോ, വെള്ളരിക്ക 25 കിലോ, ഉള്ളി 20 കിലോ. ഒരു പച്ചക്കറി ചന്തയിൽ ഉള്ളതിനെക്കാട്ടിലും സാധനങ്ങൾ ഉണ്ടല്ലോ ഇതില്. എല്ലാം വിളഞ്ഞ് റെഡിയാവുമ്പോ എങ്ങനെയാ? എന്റെ ഫാമിലോട്ട് ലോറി അയക്കോ അതോ അതും എനിക്ക് സ്വന്തമായിട്ടുണ്ടോ? അയ്യോ മോളെ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. പറയുമ്പോ ഒരു സ്റ്റൈൽ ഇരിക്കട്ടെ എന്ന് കരുതി അങ്ങ് പറഞ്ഞു പോയതാ. അതിന്റെ പേരിൽ ഒരു കല്യാണ സദ്യക്കുള്ള പച്ചക്കറി എടുത്ത് പെടലിക്ക് വെച്ച് വരുമെന്ന് ഈശ്വരനാണ് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും മോളത് മാറ്റി പറയാഞ്ഞത് നന്നായി, അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് കേറാൻ പറ്റാതായേനെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ആരെയും വിളിക്കാനും പോകുന്നില്ല, ഒന്നും സംസാരിക്കാനും പോകുന്നില്ല. അവനവൻ കുഴിച്ച കുഴികള് അവനവൻ തന്നെ അങ്ങ് മൂടിയാ മതി. അയ്യോ, ഇനി ഇപ്പൊ ഞാൻ എന്തോന്ന് അവിടെ ചെന്ന് പറയും? ഭൂകമ്പത്തിലെ ഫാം 2 പിളർന്നു പോയിന്ന് പറ. അല്ലെങ്കിൽ പിന്നെ നമ്പൂതിരി പറഞ്ഞ പോലെ പരിഗണിച്ചാ പോരെ? എന്ത്? അല്ല, പരിഗണിച്ചാ പച്ചക്കറികൾ തഴച്ചു വളരുമെന്നല്ലേ അങ്ങേര് പറഞ്ഞത്? പരാഗണം എന്താന്ന് വല്ല നിശ്ചയുണ്ടോ? ഇല്ല. എന്നാലേ എനിക്കും നിശ്ചയില്ല. അങ്ങോട്ട് പിടിക്ക. മോള് വാ, ഇതിന് പറ്റിയ ഒരാൾ എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇത്രയും പച്ചക്കറികളാണ് വേണ്ടത്. ഇതൊന്നും ഒരു ഓർഡറേ അല്ല സിസ്റ്ററെ. ഇപ്പറയുന്ന ഡേറ്റിന് സിസ്റ്റർ ഇങ്ങ് വന്നാ മതി, സംഗതി റെഡിയായിരിക്കും. അന്നത്തെ മാർക്കറ്റ് വിലയ്ക്ക് സാധനം ഞാൻ തരാം. കൊണ്ടുപോകാനുള്ള വണ്ടിയും ഞാൻ ഏർപ്പാട് ചെയ്യാം. ഒരു ഉറപ്പിനായിട്ട് വേണേൽ 4-5 ദിവസം മുമ്പേ അങ്ങ് എത്തിക്കാം. അപ്പൊ പിന്നെ റിസ്ക് ഇല്ലല്ലോ. പക്ഷെ അത്രയും നേരത്തെ എത്തിച്ച് എല്ലാം കേടായി പോയാലോ? 10 ദിവസമായിട്ട് ഇവിടെ ഇരിക്കുന്ന സാധനമാ. ഇനി വേണേലിരിക്കും ഇതുപോലെ ഒരാഴ്ച. കേരളത്തിൽ ഒരു പച്ചക്കറിയും കേടാവില്ല സിസ്റ്ററെ. ഒറ്റ കാര്യമുള്ളൂ ബെന്നിച്ച, ഇത് നമുക്കിടയിൽ തന്നെ നിൽക്കണം. മരുന്നടിക്കാത്ത പച്ചക്കറി വേണോന്നാ അവര് പറഞ്ഞിരിക്കുന്നത്. അതിന് നമുക്ക് കുറച്ച് മണ്ണും ചെളിയും പൊടിയൊക്കെ തേച്ചങ്ങ് കൊടുത്താ പോരെ? ജൈവമാണെന്നേ തോന്നത്തുള്ളൂ. പിന്നെ ഈച്ച വന്നിരിക്കാനുള്ള മരുന്നും അടിച്ചേക്കാം. അപ്പൊ പിന്നെ ഫ്രഷ് ആണെന്നുള്ളതിനെ പറ്റി സംശയം ഉണ്ടാവില്ലല്ലോ. അല്ല, ഫ്രഷ് സാധനം തന്നെ വേണം. ഈ കാണുന്ന പോലെ പഴുത്തു തുടുത്തു വരണമെങ്കിൽ അത്യാവശ്യം ചില വേലകളൊക്കെ കാണിക്കേണ്ടി വരും സിസ്റ്ററെ. വിത്തിടുമ്പോഴേ അവന്മാരത് അവിടെ ചെയ്യും, തമിഴ്നാട്ടിലെ. പിന്നെ ലോറി കയറ്റുന്നതിന് മുമ്പ് ബെൻലേറ്റിലോ മറ്റോ ഒന്ന് മുക്കിപ്പൊക്കി എടുക്കുകയും കൂടെ ചെയ്താൽ സംഗതി സേഫ് ആയിട്ട് ഇവിടെ ഇരുന്നോളും. അതിന്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ ചില പൊടി കൈകളും. പക്ഷെ ഇതൊക്കെ ശരീരത്തിന് ചീത്തയല്ലേ എന്ന് ചോദിച്ച പറയുന്ന നേരത്ത് കായ്ക്കുകയും കേടാകാതിരിക്കുകയും ഒക്കെ വേണ്ടേ? അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് നിൽക്കുന്ന ഞങ്ങൾക്കൊക്കെ എന്താ ലാഭം? പച്ചക്കറിയാണോ, അതിൽ ഫ്യൂറിഡാനും ഫോറേറ്റും ഒക്കെ കാണും. അതിൽ കുറച്ച് കാർബൈഡ് പോയി പെട്ടെന്ന് പഴുക്കട്ടെ. ഈ സാധനമൊക്കെ തേച്ചത് ഉള്ളി പോയി കഴിഞ്ഞാൽ എപ്പോ ആള് വടിയായെന്ന് ചോദിച്ചാൽ മതി. നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് തന്നെയാണോ കൊടുക്കുന്നത്? അല്ലല്ല, വീട്ടിലാവശ്യത്തിന് നമുക്ക് വേറെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരാര് CBI? എവിടെ പോയാലും ഇതുപോലത്തെ ഒക്കെ തന്നെ കിട്ടാൻ പോണത്. ഒരു ചെറിയ കള്ളത്തരം ഇല്ലാതെ കച്ചവടം ഉണ്ടോ മോളെ? എനിക്കറിയില്ല, പക്ഷെ ഇനി ഉണ്ടെങ്കിൽ അത് കാണിക്കേണ്ടത് മനുഷ്യർക്ക് വിളമ്പുന്ന ഭക്ഷണത്തിലല്ല. അയ്യോ, ഈ പറഞ്ഞതുപോലുള്ള കുഴപ്പമൊന്നും ഇല്ല മോളെ. എന്റെ വീട്ടിലും വെപ്പും തീനും ഒക്കെ ഉണ്ടായിരുന്നപ്പോ ഞാനും ഇവിടെ നിന്നൊക്കെ തന്നെയാണ് മേടിച്ചോണ്ടിരുന്നത്. ഇനി എന്നാ ആശുപത്രി പോണെന്ന് പറഞ്ഞത്? ഏതായാലും കൊള്ളാം. 2000 പേർക്ക് സദ്യ, അത് നീ. ലച്ചുവിനോടൊന്ന് പറയാനൊരു തമാശയായി. സീതാറാമയ്യര് വിളിക്കാന്ന് വെച്ചാ അതൊരു ക്രെഡിറ്റ് ആണെന്നാ സെബാസ്റ്റ്യൻ സാറ് പറഞ്ഞത്. ഒരുപാട് സ്ഥലത്ത് ബിസിനസ്സുള്ള ആളാ. സാറിന്റെ അഭിപ്രായത്തിൽ ഇതൊരു നല്ല ചാൻസാ. അതിപ്പോ പ്രസിഡന്റ് ബ്രേക്ക്ഫാസ്റ്റിന് ക്ഷണിച്ചതും നല്ലൊരു ചാൻസ് ആയിരുന്നു. എനിക്ക് മനസ്സിലാവാത്തത്, ഈ ഓരോരുത്തർ ഓരോന്ന് പറയുന്ന കേട്ട് നീ ആ പണിക്കാരെ പറഞ്ഞു വിട്ടോ. നാളെ തന്നെ അവരെ വിളിച്ച് അതൊക്കെ മാറ്റാൻ നോക്കൂ. ഇനിയിപ്പോ അതിവിടെ നിൽക്കട്ടെ. നിന്നിട്ട് കല്യാണം നടത്തി കൊടുക്കാനോ? ഒരുപാട് VIPs വരുന്ന കല്യാണമായിരിക്കും എന്നാ സെബാസ്റ്റ്യൻ സാറ് പറഞ്ഞത്.
അവരുടെ മുമ്പിൽ ഇതൊന്ന് വിജയിപ്പിച്ചെടുക്കാൻ പറ്റിയ അതൊരു വലിയ കാര്യം തന്നെയാ. നമ്മുടെ ടെറസിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഞാൻ അമ്മയോട് ചോദിച്ചു, അവിടെ അവര് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു കുന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടല്ലോ. പക്ഷെ ആ ലിസ്റ്റിൽ പറഞ്ഞ പോലെയുള്ള പച്ചക്കറികൾ അവിടെ കൃഷി ചെയ്യാൻ പറ്റില്ല. ഓ, അത്രയൊക്കെ നീ ചിന്തിച്ചോ ഇതിനോടകം? ഞാൻ പറഞ്ഞില്ലേ രാജീവ്, ഇന്ന് ആ ഗോഡൌണിൽ അതെല്ലാം കാണുകയും കൂടെ ചെയ്തപ്പോ പലരും വന്ന് പലതിലേക്ക് എടുത്ത് ചാടിക്കാൻ നോക്കും. കാര്യത്തോട് എടുക്കുമ്പോൾ ഒരാളും ഉണ്ടാവില്ല. ഒരു നാണക്കേട് തീർന്നിട്ടേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് വരരുത്. ബാക്കിയുള്ളവന് ഇവിടെ തലയുയർത്തി നടക്കണം. നാളെ തന്നെ അയ്യരെ വിളിച്ച് ഇതിൽ ഒഴിച്ചോണം. ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ്, കേട്ടല്ലോ? ശരി. പക്ഷെ എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. എല്ലാം കൃഷി ഓഫീസിൽ നിന്ന് ഇവിടെ വന്ന് ചെയ്തു തന്നോളും. സുഹറ നിരുപമയുടെ കൂടെ ഒന്ന് നിന്നു കൊടുത്താൽ മാത്രം മതി. ഇതിനൊക്കെ എവിടുന്നാ നേരം? അത് ഈ പ്രായത്തില് വേണമെങ്കിൽ അങ്ങേരോട് ചോദിക്കാം. വേണ്ടേ? നമ്മുടെ സീതാറാം സിന്റെ ഓണറുടെ മോളുടെ ഐ ആം റെഡി. ഗ്രീൻ ഹൗസ്, ഗ്രീൻ ഹൗസ് ആ സെർച്ച് ചെയ്ത്. പത്ത് ടെറസ് മതി. 7 പേര് സമ്മതിച്ചു. വലിയ പ്രോഫിറ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇത് നമ്മളൊരു തുടക്കമായിട്ട് കൂട്ടിയാൽ മതി. ഇത് കഴിഞ്ഞുള്ളതിൽ നിന്നാണ് പ്രോഫിറ്റ് കിട്ടാൻ പോകുന്നത്. എന്ന് പറയുമ്പോൾ ഇത് ഏറ്റവും നന്നായിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ആൾക്കാർ ചോദിച്ചറിഞ്ഞു വരണം. റെഗുലറായിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റണം, മാർക്കറ്റിലും ചടങ്ങുകൾക്കും ഒക്കെ. പിന്നെ സാധാരണ പച്ചക്കറിയേക്കാൾ വില കിട്ടും ഓർഗാനിക്കിന്. എന്നിട്ട് വേണം എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ള പോലെ ഒരു കുറ്റബോധമില്ലാതെ ഷോപ്പിങ്ങിന് പോവാൻ. എന്നാലും നമ്മുടെ ഭർത്താക്കന്മാരല്ലേ, അപ്പോഴും അവര് പറയും എന്തൊക്കെയായാലും ടെറസ് ഞങ്ങളുടെ ആയിരുന്നല്ലോ എന്ന്. മൊത്തം എക്സ്പെൻസ് ഒരു 5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരും. ഞാൻ എന്റെ പേരിൽ ഒരു ബാങ്ക് ലോൺ എടുക്കാം. ഹൗ ഓൾഡ് ആർ യു? 36. സെക്യൂരിറ്റി ഒന്നും തരാനില്ലാത്തതുകൊണ്ട് ഒരു ഇൻഷുറൻസ് എടുക്കേണ്ടി വരും. BP ഉണ്ടല്ലേ? സാറിന് എങ്ങനെ അറിയാം? പത്രത്തിലുണ്ടായിരുന്നല്ലോ. പോളിസി ഉണ്ടെങ്കിൽ ലോൺ കിട്ടാൻ പ്രയാസമുണ്ടാവില്ല. ഐ വിൽ ഡു ദ നീഡ്ഫുൾ. പിന്നെ 5 ലക്ഷം രൂപയ്ക്കൊക്കെ സാധാരണ 40 കഴിഞ്ഞവർക്കേ ഇൻഷുറൻസ് കമ്പനിക്കാർ മെഡിക്കൽ ചെയ്യാറുള്ളൂ. പക്ഷേ ചില കേസുകളിൽ അവർ ഇൻസിസ്റ്റ് ചെയ്യും. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഫിറ്റ്. ഷുഗർ ഓക്കെ, ലിവർ ഫങ്ഷൻ ഓക്കെ, കൊളസ്ട്രോള് ബോർഡർ. അവിടുത്തെ മെഷീനിൽ ഞാൻ നോക്കി 2.5 കിലോയാ ഓവർ വെയിറ്റ്. പക്ഷെ മെഷീൻ കുറച്ച് പഴയതായിരുന്നോ എന്നാ സംശയം. ഓടാൻ പറ്റുമോ? ഓടാൻ പറ്റുമോന്ന്? ഇനി അതല്ലേ ചെയ്യാൻ പറ്റൂ. അയ്യരുടെ അഗ്രിമെന്റും ക്യാൻസൽ ചെയ്തിട്ട് ഓടി രക്ഷപ്പെടുക. ഇതാണ് അവസ്ഥയെങ്കിൽ ഇൻഷുറൻസ് കിട്ടാൻ പോകുന്നില്ലല്ലോ. ആ ഓട്ടോ അല്ല, അത് ചെയ്യാൻ ആർക്കും പറ്റും. പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ലല്ലോ. വെളുപ്പിന് എഴുന്നേറ്റ് ഒരു 4 കിലോമീറ്റർ ഓടാമോ? ഇന്നേക്ക് 14ാമത്തെ ദിവസം ചേച്ചിക്ക് ഇൻഷുറൻസ് കിട്ടും വിത്ത് ആൻ എക്സലന്റ് മെഡിക്കൽ റിപ്പോർട്ട്. ഞാൻ ഗ്യാരണ്ടി. വെളുപ്പിന് എണീറ്റ് ഓടുക എന്നൊക്കെ പറഞ്ഞാല്, അതും പ്രത്യേകിച്ച് ഞാൻ ചെയ്യുമ്പോ വല്ല പ്രാന്തം പിടിച്ചതാന്ന് വിചാരിക്കും ആൾക്കാര്. അത് മാത്രമല്ല ജയ,
ഈ കല്യാണം കഴിഞ്ഞ് മുമ്പോട്ട് ഓർഡറുകളൊന്നും കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ പെട്ടുപോകും ഞാൻ. ചേച്ചിക്ക് അറിയാലോ ഇവര് ലോൺ എടുത്തിട്ടാ ഇവർ ആദ്യത്തെ യൂറോപ്യൻ ട്രിപ്പിന് പോയത്. സ്ഥലം കാണാൻ വേണ്ടിട്ട് തന്നെയാ. അന്നീ പറയുന്ന ആളുകളൊക്കെ ഇവരെ കളിയാക്കി. വീടും പറമ്പൊക്കെ ബാങ്ക് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞ് കട 3 മണിക്കൂർ അധികം തുറന്നു വെച്ച് 2.5 വർഷം കൊണ്ട് അവരത് വീട്ടി. ഇതുവരെ 5 രാജ്യങ്ങളാണ് അവർ കണ്ടു തീർത്തത്. തോൽക്കാൻ ധൈര്യമുള്ളവനെ ജയിച്ചിട്ടുള്ളൂ ചേച്ചി ഇന്ന് വരെ. ജനതയിൽ പാതി വഴി തീരുന്നു ചുരിമണലിൽ വീടുവീലാറുന്നു ആഴമറിയാ സാഗരങ്ങൾ നീന്തി നീന്തി തീരമണയാ കൂരിരുളിലേകയായൊരോടമാകയോ ചുവടുകളെ ഓടിമറയും കാലമെങ്ങോർത്തു നിൽക്കാതങ്ങു ദൂരെ പോയതെങ്ങോ എനിക്കിനാവിൻ വെൺപിറാക്കൾ എന്ത് മാഞ്ഞതെന്തേ മൺചിരാതിൽ പൂത്ത നാളം പുലരികളെ ഇതുവഴിയേ ഇനിയുണരൂ വരൂ വരൂ വിൺവീഥിയിലായി ജനതയിൽ പാതി വഴി തീരുന്നു ചുരിമണലിൽ വീടുവീലാറുന്നു നീലമുകിലായി വാനിലേറാൻ മേലെ മേലെ പാറി നീങ്ങാനുള്ളിൽ ഉള്ളിനുള്ളിൽ പണ്ടു പണ്ടേ നെയ്ത സ്വപ്നം വീണ്ടും തേടി വന്നു കണ്ണിലാളാൻ നിദ്ര നീന്തി നിഴലുകളെ ഇനി മറയൂ പകലൊളികൾ നിറം തരും മൺപാതയിലായി ജനതയിൽ പാതി വഴി തീരുന്നു ചുരിമണലിൽ വീടുവീലാറുന്നു ആഴമറിയാ സാഗരങ്ങൾ നീന്തി നീന്തി തീരമണയാ കൂരിരുളിലേകയായൊരോടമാകയോ ചുവടുകളെ തളരരുതേ ഇടരരുതേ വരൂ വരൂ പോകാമകലേ
സൂസൻ, തന്റെ ഒറ്റയാളുടെ നിർബന്ധത്തില അവരുടെ പ്രസന്റേഷൻ ഞാൻ പ്രോഗ്രാം ചാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കമ്മിറ്റിക്കാർക്കൊന്നും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ അത് എന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അവർ പറയും. നിരുപമെ തനിക്ക് അറിയാഞ്ഞിട്ടാ. അവളുടെ സ്പീച്ച് കേൾക്കാൻ ഞങ്ങൾ ഫ്രണ്ട്സ് കാത്തിരുന്നിട്ടുണ്ട്. അത് കോളേജില് 10-15 വർഷം മുൻപ്. ഇത് ക്രൗഡ് വേറെയാ. കേരളത്തിലെ ടോപ്പ് ആർക്കിടെക്ട്സ്, പോരാഞ്ഞതിന് മന്ത്രി കളക്ടറും. മാഡം, എക്സ്ക്യൂസ് മീ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. Next, I call upon Nirupama Rajiv to take the stage. After 14 years. Head up, Nirupama Krishnan. താങ്ക്സ്. പക്ഷേ കൈ കഴുകാൻ മറക്കരുത്. നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. എൻഡോസൾഫാൻ, എക്കാലെക്സ്, ക്ലോറോഡെയിൽ, ഫംഗിസൈഡ്. കെമിക്കൽ കോക്ടെയിലാണ് ഓരോരുത്തരുടെയും കയ്യിൽ പറ്റിയിരിക്കുന്നത്. ലിവർ കിഡ്നി ഡിസ്ഫങ്ഷൻ, ആസ്മ, ഡിപ്രഷൻ, പിന്നെ ക്യാൻസർ. പ്ലീസ് ബി വെരി ഷുവർ ദാറ്റ് യു വാഷ് യുവർ ഹാൻഡ്സ്. വൈറ്റമിൻ എ കണ്ണിന്, സി രോഗപ്രതിരോധ ശക്തിക്ക്, ബി കോംപ്ലെക്സ് നാഡീവ്യൂഹത്തിന്. പക്ഷെ അത് പഴയ കഥ. നമ്മുടെയൊക്കെ പൂർവികർ പറമ്പിലിറങ്ങി പണിയെടുത്തിരുന്ന കാലത്തോളം പഴക്കമുള്ള മുത്തശ്ശി കഥ. ആഴ്ചയിൽ 7 ദിവസവും എല്ലാ വൈറ്റമിനും നൽകിയിട്ടും മാസത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരിക്കലെങ്കിലും നമ്മുടെ കുട്ടിയുമായി ശിശുരോഗ വിദഗ്ധന്റെ അപ്പോയിന്റ്മെന്റിനായി നമ്മൾ കാത്തു നിൽക്കുന്നു. പനിക്കും ജലദോഷത്തിനും വിളർച്ചയ്ക്കും വയറുവേദനയ്ക്കും ഒക്കെ അദ്ദേഹം മരുന്ന് കുറിച്ച് തരുമ്പോൾ തൽക്കാലം അത് കുറയുന്നത് കണ്ട് നമ്മൾ ആശ്വസിക്കുന്നു. വീണ്ടും അടുത്ത മാസം അതേ ഡോക്ടറുടെ അടുത്ത് എത്തും വരെ. നമ്മുടെ ചെറുപ്പത്തിൽ എത്ര തവണ പോയിട്ടുണ്ട് നമ്മളൊരു പീഡിയാട്രീഷ്യന്റെ അടുത്ത്? എത്ര തവണ ആബ്സെന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്കൂൾ അറ്റൻഡൻസ് രജിസ്റ്ററിൽ? 2, അങ്ങേ അറ്റം 3. ഇന്ന് അതല്ല കണക്ക്. വൈറ്റമിൻ എന്ന് വിശ്വസിച്ച് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ അതിന്റെ അളവ് കാണാൻ കഴിയാത്തത്ര കുറവ്. അതിനേക്കാളേറെ ആ ഭക്ഷണത്തിലുള്ളത് വിഷമാണ്. ആത്മഹത്യക്ക് ഉപയോഗിക്കുന്ന ഫ്യൂരിഡാനും കാസർഗോഡ് മാത്രമാണുള്ളതെന്ന് നമ്മൾ കരുതുന്ന എൻഡോസൾഫാനും നീണ്ട ലിസ്റ്റിലെ 2 പേരുകൾ മാത്രം. വളർച്ച മുരടിക്കും, ഓർമ്മക്കുറവുണ്ടാകും, ഏകാഗ്രത നശിക്കും. മാർക്ക് കുറയുന്നതിൽ കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തരുത്. മക്കളുണ്ടാവാൻ ധ്യാനത്തിനും തീർത്ഥാടനത്തിനും പോകുന്ന ദമ്പതികൾ കാരണം തേടി ദൈവത്തോളം ചെല്ലണമെന്നില്ല. പൊള്ളാച്ചിയിലെ മൈസൂരിലെയും കൃഷിസ്ഥലങ്ങളിൽ അതിനുള്ള ഉത്തരം കിടപ്പുണ്ട്. കേരളത്തിലേക്ക് അയക്കുന്ന പച്ചക്കറികളിൽ കുത്തിവെക്കുന്ന ഹോർമോണുകളുടെയും ആന്റിബയോട്ടിക്കുകളുടെയും രൂപത്തിൽ. കണക്കുകൾ അവിടെയും തീരുന്നില്ല. 50% കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലെ ക്യാൻസർ ബാധിതരുടെ വർധനാ നിരക്ക്. ഇവിടെ ഇന്നീ കൂടിയിരിക്കുന്ന നമ്മുടെ ബന്ധുക്കളിലോ പരിചയക്കാരിലോ ഒരാൾക്കെങ്കിലും ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെന്ന് അർത്ഥം. ആ എണ്ണം ഇനിയും കൂടുമെന്നതും പ്രൂവൺ സ്റ്റാറ്റിസ്റ്റിക്സ്. അതിൽ കുട്ടികളുണ്ടെങ്കിൽ ലുക്കീമിയയ്ക്കുള്ള സാധ്യത കൂടുതലെന്ന് മറ്റൊരു പേടിപ്പെടുത്തുന്ന കണക്ക്. ഇല്ല സർ, ജിമ്മിൽ കൊടുക്കുന്ന പണം കൊണ്ട് മാത്രം ആ പട്ടികയിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല. അതിന് ആഹാരം നന്നാവണം. ആഹാരം നന്നാവണമെങ്കിൽ വേറെ ഒരു കുറുക്കുവഴിയുമില്ല. വീണ്ടും മണ്ണിലേക്ക് ഇറങ്ങണം. ഒരൊറ്റ ബാൽക്കണി, ഒരൊറ്റ ടെറസ്, അല്ലെങ്കിൽ 1/2 സെന്റ് ഭൂമി. ഒരു വീട്ടിലേക്കുള്ള പച്ചക്കറികൾക്ക് അത് ധാരാളം. ആർക്കും സാധിക്കും. ഒരിക്കലും കഴിയില്ലെന്ന് കരുതിയിരുന്ന ഞാൻ ഇന്നേക്ക് 7-ാം ദിവസം 2000 പേർക്ക് സദ്യ ഒരുക്കാനുള്ള വിഭവങ്ങൾ നൽകാൻ പോകുന്നു. വെറും 10 ടെറസിൽ നിന്ന്. ഈ വേദിയിൽ എനിക്ക് പറയാനുള്ളത്, ഒരു വീടോ ഒരു ഫ്ലാറ്റോ ഒരു സ്ഥാപനമോ എന്ത് നിങ്ങൾ പണിയുമ്പോഴും കൃഷിക്കുള്ള സ്ഥലവും അതിലുണ്ടാവട്ടെ. നോക്കാൻ സമയമില്ല എന്ന് ഉടമസ്ഥർ പറഞ്ഞാൽ ആശുപത്രിയിൽ കിടക്കേണ്ടി വരുന്നതിന്റെ 100-1 സമയം വേണ്ടിവരില്ല എന്നവരെ ബോധ്യപ്പെടുത്തുക. ചെലവിനെ പറ്റി പറഞ്ഞാൽ
മെഡിക്കൽ ബില്ലിനേക്കാൾ ഒരുപാട് താഴെയാണിതെന്ന് മനസ്സിലാക്കി കൊടുക്കുക. നമ്മുടെ തന്നെ വീടുകളിൽ, നമ്മുടെ തന്നെ ചുറ്റുവട്ടത്ത് നമ്മുടെ കുട്ടികൾക്കുള്ള ആഹാരം. ശിശുരോഗ വിദഗ്ധൻ അല്പം വിശ്രമിക്കട്ടെ. 10,000 സ്ക്വയർ ഫീറ്റിന്റെ സൗധം പണിതു എന്നതിനപ്പുറം ഒരു ചെടി നടാനിടമുള്ള വീടുണ്ടാക്കി എന്നതിനാവട്ടെ ലോകം നാളെ നിങ്ങളെ ഓർക്കുന്നത്, നിങ്ങളോട് നന്ദി പറയുന്നത്. നമസ്കാരം. വാ, കയറിയിട്ട് പോവാം. അയ്യോ, ഇന്ന് പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ 7 മണിക്കൊരു അപ്പോയിന്റ്മെന്റ്. ബൈ ബൈ. പ്രോഗ്രാം നന്നായി. മിനിസ്റ്റർ ഒരു പ്രപ്പോസൽ വെച്ചു, ഞാനത് ഏൽക്കുകയും ചെയ്തു. എന്താ? മുളകത്തൊട്ടിയില്ലേ? ആളാകെ മാറിപ്പോയല്ലോ, വല്ലാതെ. 5-6 ദിവസമായിട്ട് സ്കൈപ്പിലും കണ്ടില്ല. ബിസി അല്ലേ? ലച്ചു എവിടെ? അവള് വന്നിട്ടില്ല. പരീക്ഷയാ. എൻ്റെ ഒരു കൊളീഗിനെ പറ്റി പറഞ്ഞിട്ടില്ലേ, ജിമ്മി? അയാളുടെ മോള് അവളുടെ സ്കൂളിലാ. ആ വീട്ടിലാക്കി. വെൽക്കം ടു അയർലൻഡ്. എല്ലാം പാക്ക് ചെയ്യാനുള്ള സമയമുള്ളൂ. 2-ാം തീയതിയാ. തൽക്കാലം 1 വർഷത്തെ ലോങ് ലീവിന് എഴുതി കൊടുക്കാം. ബാക്കി പിന്നെ ആലോചിക്കാം. രാജീവ്, 6-ാം തീയതിയാ ആ മാരേജ് ഫംഗ്ഷൻ. അറിയാം, പക്ഷേ ആരൊക്കെയോ സഹായിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത്? അവരെ ഏൽപ്പിച്ചാ പോരെ? അത് കഴിഞ്ഞാലും എനിക്കിവിടെ ചില കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ലോണിന്റെ കാര്യമാണെങ്കിൽ അത് ഞാൻ സെറ്റിൽ ചെയ്തോളാം. ഇപ്പൊ എനിക്കത് അഫോർഡ് ചെയ്യാം. അവിടെ ക്ലൈമറ്റും ഫുഡും ഒരു പ്രശ്നം തന്നെയാണ്. ലച്ചുവിന്റെ എല്ലാ കാര്യങ്ങളും നോക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ പലതും എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അതവളെ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഭക്ഷണം ഉണ്ടാക്കാൻ ജോലിക്കാരെ വെക്കാന്ന് വെച്ചാൽ 50,000-ഉം 60,000 ഒക്കെയാണ് അവിടെ അവർക്ക് ശമ്പളം. പോകുന്നതിന് മുമ്പ് അമ്മയെ വീട്ടുജോലിക്കാരിയെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അല്ലേ? അതും അഫോർഡ് ചെയ്യാമായിരുന്നെങ്കിൽ ഇങ്ങനൊരു സർപ്രൈസ് വിസിറ്റ് ഉണ്ടാകുമായിരുന്നോ? വലിയ വലിയ കാര്യങ്ങൾക്കിടയിൽ അതൊക്കെ മോശമാണെന്ന് തോന്നി തുടങ്ങിയോ മാഡത്തിന്? ഇല്ല, പക്ഷേ 3 നേരം അത് മാത്രം ചെയ്താൽ ഭർത്താവിന് ബോറടിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ മാറി ചിന്തിക്കണമല്ലോ ഏതു ഭാര്യയും. അതാണ് ഇൻസ്പിറേഷൻ. എന്തോ ചെയ്തു തുടങ്ങിയെന്നൊരു തോന്നൽ ആദ്യമായിട്ടുണ്ടാവുകയാണ് ലൈഫിൽ. എനിക്ക് മാത്രമല്ല, എൻ്റെ വാക്ക് വിശ്വസിച്ച് നിൽക്കുന്ന രാജീവ് സഹായികളെന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർക്കും. അതിനിടയിൽ എവിടെ പെടും ഭർത്താവും മകളും? അതും അറിയണമല്ലോ. തരുന്ന വില 1% കുറയാതെ തിരികെ കിട്ടുന്നത് എവിടെയോ അവിടെ. ഹാപ്പിലി മാരീഡ് എന്ന വാക്ക് ഭർത്താവിന്റെ മാത്രം അവകാശമല്ല. ഒരാൾ മാത്രം ആഗ്രഹങ്ങൾ വേണ്ടാന്ന് വെക്കുന്ന ഇടം എന്നതല്ല അതിന്റെ ഡെഫിനിഷൻ. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എനിക്കും പറയാനുണ്ടാവും രാജീവ്. അതെന്നെ സംബന്ധിക്കുന്നതാണെങ്കിൽ പ്രത്യേകിച്ച്. ലച്ചു, അമ്മയ്ക്ക് നമ്മുടെ കൂടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണോ?
അതുകൊണ്ട് അമ്മ വരുന്നില്ല. ഇവിടുത്തെ കമ്മിറ്റ്മെന്റ്സ് അവളെക്കാളും വലുതാണെന്ന് പറഞ്ഞേക്ക്. ലച്ചു മോളെ, ലച്ചു, എന്റെ ആ ഫംഗ്ഷനെ പറ്റി നിനക്കറിയാമല്ലോ. നീ കരയാതെ. ഞാൻ വരാം. ഞാൻ വരാം. ഇങ്ങേരെന്താ ഇവിടെ? അതും ഇങ്ങനെ സംഘം ചേർന്ന് വരണമെങ്കിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ. ഒന്നര ഏക്കർ ഫാം. എന്താ നമ്പൂരി? താങ്ക് യു. ഇനിയും 6 ദിവസം ബാക്കിയുണ്ടെങ്കിലും ഇപ്പോഴേ എനിക്ക് ധൈര്യമായിട്ട് പറയാം. താങ്ക് യു. കല്യാണത്തിന് നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം, എന്റെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട്. ഇവരുണ്ടാവും. ഞാൻ മറ്റന്നാൾ അയർലൻഡിലേക്ക് പോവുകയാണ് ഹസ്ബൻഡിന്റെ കൂടെ. പക്ഷെ സാറ് വരിയിടാവണ്ട. 5-ാം തീയതി രാവിലെ 10 മണിക്ക് മുമ്പ് പറഞ്ഞ സാധനങ്ങൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കും. അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടേ ഞാൻ പോവും. മിനിസ്റ്റർ ഇന്നലെ സൂചിപ്പിച്ച കാര്യം ഈസ് വെരി സീരിയസ് അബൌട്ട് ഇറ്റ്. ഞാൻ സംസാരിച്ചിരുന്നു. ആദ്യം ഒരു ക്ലീനിങ് അപ്പ്. എല്ലാ ജില്ലകളിലെയും വെജിറ്റബിൾ മാർക്കറ്റ്സിലും ഗോഡൌണുകളിലും ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ റെയ്ഡ് ആരംഭിച്ചു കഴിഞ്ഞു ഇന്ന് രാവിലെ മുതൽ. മിനിസ്റ്ററുടെ ഡയറക്റ്റ് ഓർഡറാണ്. പക്ഷേ അത് മാത്രം പോരല്ലോ, അല്ലേ? മാരേജ് ഭംഗിയാവും, അതെന്റെ പേഴ്സണൽ ലക്ക്. പക്ഷേ എല്ലാ മലയാളിക്കും കിട്ടാമായിരുന്ന അതിനേക്കാൾ വലിയ ഭാഗ്യം മുമ്പിൽ നിൽക്കാൻ ഒരാളില്ലാത്തതുകൊണ്ട് ഇല്ലാതായി പോകുമോന്ന ഇപ്പോഴത്തെ പേടി. എനിവേ, ഓൾ ദി ബെസ്റ്റ്. അവസാനത്തെ ചായ അല്ലേ? പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് തനിക്കൊരു ഗിഫ്റ്റ് പോലും വാങ്ങാൻ പറ്റിയില്ല. പിന്നെ ചിലർക്ക് കാശിന് ടൈറ്റായിരുന്നു. അത് ഈ പിള്ളേരുടെ സ്കൂളൊക്കെ തുറക്കുന്നോണ്ട്. പക്ഷേ ഈ ചായയുടെ പൈസ ഞാൻ കൊടുക്കും. മറുത്തൊന്നും പറയരുതേ, അതെങ്കിൽ എനിക്ക് ചെയ്തേ പറ്റൂ. പക്ഷെ ഞാനൊരു ഗിഫ്റ്റ് കരുതിയിട്ടുണ്ട്. മനുഷ്യന് മനസ്സിലാവാത്ത വല്ല പുസ്തകവും ഇരിക്കും. ലച്ചു പ്രസിഡന്റിനോട് ചോദിച്ച ആ ചോദ്യം. ആ സ്കൂളിൽ പഠിക്കുന്ന ചില കുട്ടികളെ എനിക്കറിയാം. അവര് പറഞ്ഞതാണ്. നിമ്മി, നിമ്മി, എന്റെ സ്വെറ്ററൊക്കെ മറ്റേ പെട്ടിയിൽ വെച്ചോ? അവിടെ ചെന്നാലും നിനക്ക് അങ്ങനെ ബോറടിച്ചിരിക്കേണ്ടി വരില്ല. സ്ത്രീകൾ ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ലച്ചുവിന്റെ ആ ചോദ്യം എന്തായിരുന്നു എന്ന് രാജീവിനറിയോ? അതവൾ അന്ന് എന്നോട് പറഞ്ഞിരുന്നു.
നമ്മൾ തമ്മിലുള്ള ഒരു വഴക്കിനിടയിൽ നീ പറഞ്ഞൊരു കമന്റിൽ നിന്നാണ് അവൾക്ക് ചോദ്യം കിട്ടിയത്. തർക്കിക്കുമ്പോൾ നീ പറയാറുള്ള യൂഷ്വൽ കോമഡി തന്നെ. നിങ്ങൾ പെണ്ണുങ്ങളുടെ ആഗ്രഹത്തിന് വരെ എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന്. അതുകൊണ്ടാണ് നാട്ടിലും വീട്ടിലും ഒക്കെ ആണുങ്ങൾ മാത്രം മന്ത്രിമാരാകുന്നതെന്ന്. ഓർക്കുന്നുണ്ടോ? പക്ഷെ അതിൽ നിന്ന് അവൾ ഉണ്ടാക്കിയെടുത്ത ക്വസ്റ്റ്യന് ഹാറ്റ്സ് ഓഫ്. അത് കൃത്യമായിട്ട് എന്തായിരുന്നു എന്ന് ഞാൻ പറയാം. ഇന്ത്യയിലെ 14 പ്രധാനമന്ത്രിമാരിൽ ഒരാൾ മാത്രമാണ് സ്ത്രീ. 15 പ്രസിഡന്റുമാരിൽ ഒരാൾ മാത്രമാണ് സ്ത്രീ. മികച്ച സ്ത്രീകൾ ഇല്ലാതിരുന്നിട്ടോ? അതോ ആരോ അവളുടെ സ്വപ്നത്തിന് പരിധിയും കാലാവധിയും നിശ്ചയിക്കുന്നതുകൊണ്ടോ? Who decides the expiry date of a woman's dream? ഇന്നിപ്പോ ഇതെവിടെ ഞാൻ വരുന്നില്ല രാജീവ്. ഞാൻ അയർലൻഡിലേക്കില്ല. ലച്ചുവിനോട് ഞാൻ സംസാരിക്കാം. അവൾക്ക് എന്നെ ആവശ്യമുള്ളപ്പോഴൊക്കെ ഞാൻ ഉണ്ടായിട്ടുണ്ട്. എല്ലാം മാറ്റിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ തീരുമാനവും അവൾക്ക് വേണ്ടി തന്നെയാണ്. എന്നെ കണ്ട് അവൾക്ക് തോന്നിയ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ. ഡയൽ ചെയ്ത് തരൂ. അതിനുള്ള സാവകാശം അവൾ എനിക്ക് തരും. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല സർ, രാജ്യം മുഴുവൻ പരീക്ഷിക്കാവുന്ന ഈ പുതിയ ആശയങ്ങൾക്ക് പ്രചോദനമായത് നിരുപമ രാജീവ് എന്ന UD ക്ലർക്കാണ്. കാർഷിക രംഗത്തും ആരോഗ്യരംഗത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന മഹത്തായ ഈ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകാൻ നിരുപമ രാജീവിനെ തന്നെ ചുമതലപ്പെടുത്തണമെന്ന് ഞാൻ ശുപാർശ ചെയ്യുകയാണ്. അവരെനിക്ക് മുന്നിൽ സമർപ്പിച്ച ഈ റിപ്പോർട്ടാണ് ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഇവിടെ ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ പദ്ധതികൾക്ക് കാരണമായത്. ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. ഒരുപക്ഷെ കഴിഞ്ഞ 38 വർഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബർത്ത്ഡേ. 2 വർഷം മുമ്പ് ഇതേ പേജിൽ അമ്മയെക്കുറിച്ചുള്ള പരിഹാസങ്ങൾ കണ്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. Excuse me, please. What's that? Sorry, my room key. Okay, please. രാജീവ്, ലക്ഷ്മി. Welcome. So, these are your winter vacations? Yes, sir. We'll be going back in 10 days. Do you miss your mother? She doesn't let me miss her. 2 years ago, I wanted to meet an ordinary woman who asked me an extraordinary question. I was disappointed. Today I'm meeting the same woman to discuss how to take her vision forward nationally. You fainted, but you woke up and turned your lowest point into a starting point. Young man, you should be very proud of your wife. Tell me, in the last 2 years, which moment of your life has been the happiest? Now. This moment. I'm told you've resigned your job at the Revenue Office. Yes, sir. Nirupama Rajiv calling from Rashtrapati Bhavan. Long journey, my dear friend. No, കൊച്ചിയിൽ നിന്ന് വെറും 3 മണിക്കൂർ. അതെനിക്ക് മനസ്സിലാക്കി തരാൻ അന്വേഷിച്ചു വന്നതിന് താങ്ക്സ്. ഓ, അങ്ങനൊരു ഫോർമാലിറ്റി ഉണ്ടോ നമുക്കിടയിൽ? ഞാൻ അയർലൻഡിന് പോവുക സൂസൻ. ഒരു 20-day ട്രിപ്പ്.
ലച്ചുവിനെ എനിക്ക് യൂറോപ്പ് മുഴുവൻ കാണിക്കണം. ഗ്രേറ്റ്. ബോർഡിംഗ് കോൾ. 2 ദിവസത്തെ കോൺഫറൻസ് ആണ്. എല്ലാ സൗത്ത് ഏഷ്യൻ കമ്പനി ഹെഡ്സും ഉണ്ടാവും. ഔട്ട്ഡേറ്റഡ് ചിന്തകൾ മാറ്റിയാലേ ടോപ്പ് കമ്പനീസിന്റെ ലിസ്റ്റിൽ എത്തൂ ഉദാഹരണ സഹിതം ബോധ്യപ്പെടുത്താൻ ഒരു പഴയ UDCയുടെ കഥ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹൗ ഓൾഡ് ആർ യു? ഇറ്റ് ഡസന്റ് മാറ്റർ. ദാറ്റ്സ് മൈ ഗേൾ.